നമ്മൾ എന്താണോ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. जो हम प्रचार कर रहे वो हमारी आंखों से देखेंगे भी. എപ്പോഴും ഇൻ ക്രൈസ്റ്റിന്റെ സ്വപ്നം ഒരു തലമുറയാണ്. इन क्राइस्ट का दर्शन एक पीढ़ी है. ഒരു തലമുറയാണ്. एक पीढ़ी है. തലമുറകളില്ലെങ്കിൽ ആമേൻ ഞാൻ ആകപ്പാടെ ആമേൻ വിഷമിച്ചു പോകും. नई पीढ़ी नहीं है तो हम बहुत दुखी हो जाते हैं. നിങ്ങളാണ് ഞങ്ങളുടെ തലമുറകൾ എന്ന് പറയുന്നത്. आप है हमारी पीढ़ी. ആമേൻ. आमीन. എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടും. मुझे मालूम है प्रभु आपको बहुत आज से इस्तेमाल करेंगे. ഈ ക്യാമ്പ് നമുക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കോൺഫറൻസുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ ക്യാമ്പ് അസാധാരണമായി. हम बहुत सारे कॉन्फ्रेंस चलाया है लेकिन इस बार का कैंप कुछ विशेष रहा. കാര്യം പാസ്റ്റേഴ്സിന് വേണ്ടി ഒത്തിരി മീറ്റിംഗ് നടത്തുന്നു. क्योंकि पासवानों के लिए बहुत सभाएं चलाई. യങ്സ്റ്റേഴ്സിനെ പർപ്പസ്ലി ചർച്ച അവോയ്ഡ് ചെയ്യുന്നു. क्योंकि जवानों को कलीसिया जो है तुच्छ समझते हैं. അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ചർച്ചിന്റെ കയ്യിലില്ല. उनके लिए एक प्रोजेक्ट कलीसिया के पास नहीं है. ഇപ്പോൾ നമ്മൾ അവരുടെ മേൽ ഒരു പ്രോജക്റ്റ് ഇട്ടില്ലെങ്കിൽ നാളെ അവർ ക്രിമിനലുകളാകും. आज हम उनके ऊपर ध्यान नहीं देते कल होकर वे क्रिमिनल बनेंगे. ഇന്ന് നമ്മൾ അവരെ സ്നേഹിച്ചില്ലെങ്കിൽ നാളെ അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. आज हम उनको प्यार नहीं कर पाते कल शायद हम नहीं कर पाएंगे. അതുകൊണ്ടാണ് നമ്മൾ യൂത്ത് ക്യാമ്പ് നടത്തിയത്. इसलिए जवान की सभा की आयोजन किया. നമ്മുടെ ഈ ക്യാമ്പിൽ നടന്ന ചില കാര്യങ്ങൾ പേരൻസിനോടൊന്ന് പറയേണ്ടത് ഉത്തരവാദിത്വം എനിക്കുണ്ട്. और मुझे जिम्मेदारी है जो कैंप में जो अनुभव हुआ पेरेंट्स से बोले. കാര്യം നിങ്ങൾ 180 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കയ്യിൽ 4 ദിവസം തന്നു. क्योंकि आप 150 बच्चों को हमारे हाथ में 4 दिन के लिए दिया. എന്താ അവിടെ നടന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? आपको क्या नहीं जानना है क्या हुआ वहां? ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. और कुछ कुछ बातें बोलकर मैं प्रार्थना करूंगा. 150 കുഞ്ഞുങ്ങളിൽ നിന്നും 100 കുടുംബങ്ങളുമായിട്ടായിരുന്നു ഞങ്ങൾ ഡീൽ ചെയ്തത്. 150 बच्चों से 100 परिवार से हम जुड़े रहा. 100 കുടുംബങ്ങളിൽ അവരെന്താണോ പ്രാക്ടീസ് ചെയ്തത് അതായിരുന്നു ഞങ്ങൾ അവിടെ അവരിൽ റിഫ്ലക്ട് ചെയ്ത് കണ്ടത്. 100 परिवार में जो वहां की वातावरण बच्चों के ऊपर में असर डालते हुए हमने देखा. ഡേഞ്ചറസ് ആണ് അവർ. वे बहुत ही खतरनाक रहा. എന്ന് പറഞ്ഞാൽ രണ്ട് മേഖലയിലും ഡേഞ്ചറസ് ആണ്. दोनों तरफ से वो खतरनाक है. ചില കുടുംബങ്ങൾ ചില കുഞ്ഞുങ്ങൾ അവരുടെ അഭിഷേകത്തിൽ ഭയങ്കര അപകടകാരികളാണ്. कुछ लोग अभिषेक के मामले में बहुत खतरनाक हैं. അവരെ കാണുമ്പോൾ പിശാച് പേടിക്കുന്നു. उनको देखकर शैतान डरते हैं. നരകത്തിന് അവർക്ക് ഭീഷണി, നരകം അവർക്ക് ഭീഷണിയാണ്. और नरक के लिए वे खतरा है. അങ്ങനെ ഒരു തലമുറയെ കണ്ടു. ऐसे एक पीढ़ी को मैंने देखा. അങ്ങനെയുള്ളവരായിരുന്നു ഒരു 80% ആളുകൾ. 80% बच्चे जो है इस झुंड के हैं. പക്ഷെ അടുത്തൊരു 20% കണ്ടു. बाकी एक 20% को भी देखा. അവരും അതിനേക്കാൾ അപകടകാരി. वे उससे ज्यादा खतरनाक है. പിടിതരാതെ നിൽക്കുന്ന കുറെ. वो नियंत्रण होने नहीं देते. പക്ഷെ എനിക്ക് 80%ത്തെക്കാളും 20%ത്തിലാണ് എന്റെ ഹാർട്ട് ഉടക്കി പോയത്. लेकिन 80% से ज्यादा मेरा मन उनके साथ लगा जो 20% है. ഈ പ്രസംഗങ്ങളും ആരാധനകളും ഒക്കെ നടക്കുമ്പോൾ പാസ്റ്ററുടെ നിർബന്ധത്താൽ വന്നിരിക്കുന്നവർ, പേരൻസിന്റെ നിർബന്ധത്താൽ വന്നിരിക്കുന്നവർ, അവർക്ക് ഇതിനകത്തൊന്നും സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. जो पास्टर की दबाव से, परिवार के दबाव से आए हुए कुछ बच्चे भी थे. प्रचार और आराधना के समय भी वे ऐसे बैठे थे. അവർക്കെല്ലാം 18-19 വയസ്സുകളാണ്. वे सबकी उम्र 18-19 साल के. 15 വയസ്സിൽ താഴെയുള്ള ആളുകൾ. 15 साल के नीचे की बच्चे भी. എനിക്ക് അവരോടായിരുന്നു ഏറ്റവും അധികം ബേർഡൻ ഉണ്ടായത്. और मुझे उनके प्रति ज्यादा बोझ था. കാര്യം അവരിലെല്ലാം ഞാൻ കണ്ടത് 18 വയസ്സുള്ള റൈസൻ തോമസിനെയാണ്. क्योंकि उनके अंदर में मैंने 18 साल का रईसन थॉमस को देख पाया. നന്നാവാൻ പലയിടത്തും കൊണ്ടുവിടുന്ന അമ്മയും ഞാൻ അവിടെ കണ്ടു. और मैंने ऐसे माँ को देखा सुधरने के लिए कई भी बेचते. അങ്ങനെ ഒരു യേശുവുമായിട്ട് എൻകൗണ്ടർ എനിക്ക് ഉണ്ടായില്ലായിരുന്നെങ്കിൽ, अगर यीशु के साथ एक एनकाउंटर मेरा नहीं होता, എന്റെ ലൈഫ് തകർന്നേനെ. मेरा जिंदगी बर्बाद हो പക്ഷെ ആ जाता. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പരിശുദ്ധമ്മ പറഞ്ഞു. लेकिन पवित्र आत्मा कहा बच्चों से प्यार करो. അത് അവരുടെ വീടിന്റെ കൾച്ചറാണ് അവിടെ റിഫ്ലക്ട് ചെയ്തത്. उनके जिंदगी का जो बुरी असर है उनके घर की वातावरण है. അതിനകത്ത് ഒരു മോനെ ഞാൻ നോട്ട് ചെയ്തു. एक बच्चे को मैं ध्यान दिया. നിങ്ങൾ ഇത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ये बातें आपके घर में ध्यान देने की बात है. നമ്മൾ നിർബന്ധമായി മൊബൈൽ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. और हम उनको बोला है मोबाइल बंद करके रखना है. പാസ്റ്റർ അജോ ആയിരുന്നു ഒരു ഡോർമെറ്ററിയുടെ ഇൻചാർജ്. पास्टर अजो एक डॉर्मेट्री के इंचार्ज था. 10 മണിക്ക് മൊബൈൽ വാങ്ങിച്ചു വെച്ചു. और 10 बजे मोबाइल ले लिया. 10:30 അജോയെ കണ്ടു പറഞ്ഞു, और 10:30 बजे अजो से मिला है. തന്നേ പറ്റത്തുള്ളൂ. मोबाइल चाहिए मुझे. അജോ ഇച്ചിരി സെന്റിമെന്റൽ ആണ്. क्योंकि थोड़ा सेंटिमेंटल है वो. അജോ സന്തോഷത്തോടെയും സങ്കടത്തോടെയും അത് കൊടുത്തു. और अजो खुशी के साथ दुख के साथ दे दिया. അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന് ഒത്തിരി പേരെ വിഷമിപ്പിക്കാൻ അറിയത്തില്ല. क्योंकि वो कई लोगों को दुखी नहीं पहुंचा सकते हैं. പക്ഷെ അവൻ അവന്റെ ഡേറ്റ എല്ലാം കളഞ്ഞു. और डेटा सब खत्म किया. പിറ്റേന്ന് രാവിലെ എന്റെ അടുത്ത് ഒന്ന് പറയാണ്, अगले सप्ताह आकर कहा എനിക്ക് മൊബൈൽ ചാർജ് തരാമോ? क्या मुझे मोबाइल चार्ज करके देंगे? ഞാൻ പറഞ്ഞു ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. बोला इधर चार्ज करने की सुविधा नहीं है.
ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്ക് ചാർജ് ചെയ്യണം? हम पूछा कितना लोगों का कितना पैसे के लिए चार्ज कर रहा है? 121 രൂപയ്ക്ക്. 121 रुपया के ഞാൻ लिए. പറഞ്ഞു ഇവിടെ ചാർജ് ചെയ്യാൻ ഒക്കത്തില്ല. इधर चार्ज की सुविधा नहीं है. അവൻ അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. वो घर जाने के लिए सोचा. ഡെയിലി അവന് 121 രൂപ ചാർജ് ചെയ്യാൻ വേണം. प्रतिदिन 121 रुपया मोबाइल चार्ज करने के लिए उनको 16 चाहिए होता വയസ്സുള്ള है. ചെറുപ്പക്കാരൻ ഈ പൈസ എവിടെ നിന്ന് കണ്ടെത്തും? और ये जवान बच्चा पैसा कहां से लाएंगे? എന്താ ക്യാമ്പ് നടന്നത്? कैंप में क्या हो रहा है? അത് ഈ ചർച്ചിലെ ആരുമല്ല. ये चर्च का कोई नहीं है. ഡെയിലി 121 രൂപ. प्रतिदिन 121 रुपया. ഒന്നുകിൽ അവൻ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു, नहीं तो माँ को धमकी देते हैं, അല്ലെങ്കിൽ അവൻ അപ്പനെ नहीं ഭീഷണിപ്പെടുത്തുന്നു, तो पिताजी को धमकी देते हैं, അതല്ലെങ്കിൽ വേറെ ഏത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും അവൻ പൈസ കണ്ടെത്തുന്നു. नहीं तो कहीं ना कहीं तरीके से वो पैसा का इंतजाम करते हैं. ഈ സോഴ്സിനെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. और शैतान यही स्रोत को इस्तेमाल करते हैं. 500 പകരം 1000 രൂപ ചാർജ് തരാൻ പുറത്താളുകളുണ്ട്. और 500 के बदले हजारों की चार्ज करवाने के लिए लोग बाहर खड़े हैं. ഈ പൊതി അവിടെ കൊണ്ട് കൊടുക്കുക മോനെ. और ये चीज वहां पहुंचा दो. മോളെ ഈ പൊതി അവന് കൊടുത്തേ. और बेटी ये इसको पहुंचा दो. നിനക്ക് 1000 രൂപ ഞാൻ തരാം. मैं तुम्हें 1000 रुपया दे दूंगा. ഇങ്ങനെയാണ് ഡ്രഗ്സിന്റെ അഡിക്റ്റും ഡ്രഗ്സിന്റെ ക്യാരിയേഴ്സുമായിട്ട് നമ്മുടെ തലമുറകൾ മാറുന്നത്. और ऐसे करते करते जो ड्रग्स की जो कैरियर्स बन जाते हैं. അവൻ വല്ലാതെ ശാഠ്യം പിടിച്ചു വീട്ടിൽ പോകണം. और वो बोला मुझे घर जाना है. ഞാൻ അവനെ വിളിച്ച് അടുത്തിരുത്തി സംസാരിച്ചു. हम उनको पास में बिठाकर उनसे बातचीत किया. അവനെ ഞാൻ നിന്നെ വീട്ടിൽ വിടത്തില്ല. उनको बोला मैं तुझे नहीं നീ भेजूंगा, എന്ത് പ്രശ്നമായാലും നിന്നെ വിടത്തില്ല. कुछ भी हो नहीं നീ भेजूंगा, ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. तो यहाँ रहना है. അവസാനം ബെഗ് ചെയ്യണം അവൻ. और वो थोड़ा हमसे रिक्वेस्ट करने लगा, എനിക്ക് ചാർജ് ചെയ്ത് തരാം. मुझे चार्ज करके दे सकते हैं क्या? ഞാൻ ചെയ്ത് കൊടുത്തില്ല. हम करके नहीं दिया. ഇതാണ് 16 വയസ്സുകാരന്റെ അവസ്ഥ. यही है 16 साल बच्चा का परिस्थिति. ഹൂ ഈസ് റെസ്പോൺസിബിൾ? कौन है जिम्मेदार इस कारण के लिए? आमीन. ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു. हम सिर्फ एक बच्चा के बारे में बोल रहे हैं. ആരാ ഇതിന് ഉത്തരവാദി? कौन है ऐसा हाल का जिम्मेदार? ചർച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കണം. कलीसिया का जिम्मेदारी है. അതിന് പൈസ പോവും. इसके लिए पैसा खर्च करना पड़ता है. നിന്റെ തലമുറയെ കോടതിയിലും ജയിലിലും കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതാണ് അവനെ ദൈവവചനം പഠിപ്പിക്കാൻ വിടുന്നതും അവനെ ക്യാമ്പുകൾക്ക് വിടുന്നതും സുവിശേഷം അറിയുന്നതും. आपकी बच्चा अदालत में और पुलिस स्टेशन में जाने से बेहतर है उनको कैंप में भेजे, वजन जांच सिखाए जाते वहां भेजे. അങ്ങനെയായിരുന്നു മറ്റൊരു മുഖം. ऐसा तो और एक जन. ഞാൻ അവരിൽ ചില പാസ്റ്റേഴ്സിനോട് ഞാൻ സംസാരിച്ചു. उनका कुछ पासवानों से मैंने बात किया. എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? और क्यों लाया है उन्होंने? അവരെന്നോട് പറഞ്ഞ കാര്യം, और वो बोला है ഇൻ ക്രൈസ്റ്റ് അല്ലാതെ പിന്നെ എവിടെ അവരെ കൊണ്ടുപോകും? इन क्राइस्ट में नहीं है तो फिर कहां उनको ले जाएंगे? आमीन. അമ്മേ, താങ്ക് യു. ക്യാമ്പ് അനുഗ്രഹമായിരുന്നു. क्या बहुत ही आशीष के कारण रहा. ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, और वहां का एक मुख्य बात ഞങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിച്ചു, हम सब लोग ध्यान ഈ दिया. തലമുറയുടെ മേൽ വലിയ സാധ്യതയുണ്ട്. और इस वीडियो के ऊपर में बहुत कुछ ഈ होने की തലമുറയുടെ മേൽ संभावना है. വലിയൊരു ദൈവരാജ്യത്തിന്റെ സാധ്യതയുണ്ട്. और प्रभु का राज्य की एक बहुत बड़ा कार्य की संभावना ഒരു है. സംശയത്തില്ല. इसमें कोई संदेह नहीं है. കാര്യം അസാധാരണമായ ദാഹമുള്ളൊരു ജനറേഷനാണ്. असाधारण प्यास रखने वाले एक पीढ़ी को मैंने ഞാൻ देखा. ഇത്രയും ദാഹം അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. इतना प्यास होना मैं बहुत कम ही देखा. പേരൻസിനോട് ഞാൻ പറയട്ടെ, मैं माता पिता से कहता നിങ്ങളുടെ हूं, കുഞ്ഞുങ്ങളുടെ ദാഹം എന്നെ അതിശയിപ്പിക്കുന്നു. आपकी बच्चों की प्यास जो है मुझे आश्चर्य करते हैं. ദയവായിട്ട് അവരെ ലിമിറ്റ് ചെയ്യല്ലേ. और उनको सीमित ना रखे. ദയവായിട്ട് അവരെ ആത്മീയ കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്യല്ലേ. और कृपया आत्मिक बातों में उनको रुकावट ना बने. ദയവായിട്ട് ഞായറാഴ്ചകൾ വരെ ട്യൂഷൻ വിടല്ലേ. और रविवार को उनके ट्यूशन में ना भेजे. ദയവായിട്ട് ആത്മീയ വിഷയങ്ങൾ അവരെ പുറകോട്ട് വലിക്കല്ലേ. आत्मिक बातों में उनको पीछे ना खींचे. നിങ്ങൾ നാളുകളിൽ കരയാതിരിക്കണമെങ്കിൽ, कल आप परेशान नहीं होने के നിങ്ങളുടെ लिए കുഞ്ഞുങ്ങളുടെ ദാഹത്തിന്റെ കൂടെ നിങ്ങളും കയറി നിൽക്കുക. आपकी बच्चों की प्यास के साथ आप भी खड़ा रहे. ഈ തലമുറ അസാധാരണമായി പ്രയോജനപ്പെടും. और ये पीढ़ी असाधारण तरीके से प्रभु का राज्य के लिए इस्तेमाल होगा. ഞാൻ ചില പേരൻസിനെ കണ്ടിട്ടുണ്ട്. मैं कुछ पेरेंट्स को देखा हूं. അവൾ അത്രയും പ്രാർത്ഥിക്കണ്ട, वे ज्यादा प्रार्थना नहीं करते. ആവശ്യത്തിന് മതി. और काफी नहीं है जाना. ചർച്ചിൽ പോയാൽ മതി. जाना सिर्फ काफी
काफी है। Don't spend much time there. ज्यादा टाइम वहां ना बिताएं, അതിന്റെ ഒന്നും ആവശ്യമില്ല. जरूरत नहीं है ज्यादा। നമുക്ക് ചർച്ച കഴിഞ്ഞ ഉടനെ പോകണം. चर्च के बाद तुरंत जाएंगे हम। അങ്ങനെ ആയാൽ अगर ऐसे बन जाएंगे, മിഷണറി ആയി പോകും. आप मिशनरी बन जाएंगे ज्यादा करेंगे तो। കുഞ്ഞ് പിന്നെ നീ എന്താകണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? हाँ, फिर क्या चाहते हैं कि आपका बच्चा बन जाए? എന്താകണമെന്നാണ് നീ आप ആഗ്രഹിക്കുന്നത്? क्या चाहते हैं कि आपका बच्चा बन जाए? ആമേൻ. അബിയയുടെ മേലും ഈ ദിവസങ്ങളിൽ ഒരു വലിയ പകർച്ച നടക്കുന്നു ഞാൻ കണ്ടു. अबिया के ऊपर में भी एक बहुत बड़ा कार्य मैंने देखा, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. और मैं संतुष्ट नहीं है, എന്റെ ചിന്ത കുറെ കൂടെ ഉള്ള മേൽ പകരണം, और मैं हमसे भी और उनके ऊपर आना है, കൂടുതൽ പകരണം, और अधिक उंडेला जाना है, എന്നേക്കാൾ വലിയ ഭ്രാന്ത് അവൾക്ക് പിടിക്കണം, और मुझसे भी ज्यादा एक पागलपन उनके ऊपर आना ശലോമിന് है, എന്നേക്കാൾ വലിയ ഭ്രാന്ത് പിടിക്കണം. और शलोम के ऊपर में भी वैसा आना है। എന്നാലേ ഈ തലമുറയിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. तभी इस पीढ़ी में वे जी पाएंगे। ഇൻ ക്രൈസ്റ്റിലെ കുഞ്ഞുങ്ങളുടെ ദാഹത്തിനായി സ്തോത്രം ചെയ്യും. और इन क्राइस्ट की बच्चों की आत्मिक प्यास के लिए प्रभु को धन्यवाद देते हैं। ഓരോരുത്തരോടും അവൻ എഴുതി ചോദിച്ചു, और कुछ लोग लिख करके पूछा, നിങ്ങൾ ഇങ്ങനെ ആത്മികമായി വളരാനുള്ള കാരണം എന്താണ്? आप ऐसे आत्मिकता में बढ़ने का कारण क्या है? പലരും പല കാരണങ്ങൾ എഴുതി. कई लोग कई चीज लिखा, പക്ഷെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞത് यहाँ का सारे बच्चे बताए, ഇൻ ക്രൈസ്റ്റ് ഫാമിലിയാണ് ഞങ്ങളുടെ പുറകിലെ കാരണം. इन क्राइस्ट परिवार हमारे पीछे है। അതിൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. हम लोग इस बात में बहुत खुश അവിടെ हैं। റൈസൻ തോമസ് എന്ന വ്യക്തിയല്ല, रेसन थॉमस का व्यक्ति नहीं, വിനിത എന്ന വ്യക്തിയല്ല, विनिता जो व्यक्ति ഇറ്റ്സ് नहीं, എ ടീം വർക്ക്. और एक झुंड की। നിങ്ങളുടെ പാസ്റ്റർ ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. आपकी पासवान होने से मैं गर्व महसूस നിങ്ങളുടെ करता हूँ। പാസ്റ്റർ ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. आपकी पासवान होने के नाते मैं गर्व സന്തോഷമുണ്ടെങ്കിൽ महसूस നല്ല करता हूँ। ഹല്ലേലൂയ പറഞ്ഞാട്ടെ. जोर से बोलिए ഒരു हालेलुया। കുഞ്ഞിനെ ആത്മീകമായി വളർത്തുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. एक बच्चे को आत्मिकता में बढ़ाना थोड़ा मुश्किल है, പക്ഷേ ഈ തലമുറയുടെ ദാഹം എന്നെ ഭയങ്കരമായിട്ടും അതിശയിപ്പിച്ചു. लेकिन इस पीढ़ी का प्यास मुझे अद्भुत करता है। ഫേബ ഇന്നും കൂടെ എനിക്കൊരു 15 മിനിറ്റ് തരണം. आज भी मुझे एक 15 मिनट दे। കാര്യം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞേക്കുന്ന 12 മണിയാകുമ്പോൾ കുഞ്ഞുങ്ങളെ വിട്ടു തരണം. संडे स्कूल हेडमास्टर ने मुझे बोला 12 बजे बच्चों को छोड़ देना है। ഇന്നുകൂടെ എന്നെ ക്ഷമിക്കണം. आज क्षमा करें। ആമേൻ. आमीन। കാര്യം ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി. क्योंकि हम थोड़ा इमोशनल हो गया। നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബ്, ലക്നൗ, റായ്ഗഡ് എന്നെ സംബന്ധിച്ച് എന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുക. आज मेरा हृदय थोड़ा हिल रहा है। അമേരിക്ക UK എന്ന് പറയുന്നതിനേക്കാളും പിടപ്പ് എനിക്ക് ഇവിടാണ്. अमेरिका यूके बोलने से भी ज्यादा मुझे सुनना अच्छा लगता है पंजाब, लखनऊ, रायगढ़ ऐसा। ഹല്ലേലൂയ. इंदौर। ഇൻഡോർ അടുത്ത ആഴ്ച ഇൻഡോറിലുണ്ട്. ഞാൻ ജാക്സൺ അടുത്ത ആഴ്ച ഇൻഡോറിലുണ്ട്. और मैं और जैक्सन पास अगले हफ्ते इंदौर में है। അവിടെയും കാണാൻ പോകുന്നത് ഒത്തിരി സ്റ്റേറ്റിൽ നിന്ന് വരുന്ന പാസ്റ്റേഴ്സിനെ. वहां पर भी कई राज्यों से आने वाला पासवान लोग हैं। ഹല്ലേലൂയ. हालेलुया। ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. मिलकर एक हालेलुया बोले। അപ്പൊ ഈ ഈ കുഞ്ഞുങ്ങളുടെ ദാഹത്തെ നിങ്ങൾ പരിപോഷിപ്പിക്കുക. ये बच्चों की प्यास को आप आगे बढ़ाएं। ഞാൻ ഈ ദാഹത്തിന്റെ ചില ഉദാഹരണങ്ങൾ പറയാം. ये प्यास का कुछ विशेषता मैं बताऊं। വീട്ടിൽ പറയാതെ ഹോസ്റ്റലിൽ പോകുക, കോളേജിൽ പോകുക എന്ന് പറഞ്ഞ് ചർച്ചിൽ ക്യാമ്പിന് വന്ന കുഞ്ഞുങ്ങളെ കണ്ടു. और ऐसे बच्चों को मैंने देखा घर में भी नहीं बोला, लेकिन वो हॉस्टल से मीटिंग के लिए आए हैं। വീട്ടിൽ പറഞ്ഞു ഹോസ്റ്റലിൽ പോവാണ്. और घर में बोला हॉस्टल जा रहे हैं। ഹോസ്റ്റലിൽ ഫോൺ ഉപയോഗിക്കാൻ ഒക്കാത്തോണ്ട് ആരും വിളിച്ചില്ല. क्योंकि हॉस्टल में फोन इस्तेमाल नहीं कर सकते, इसलिए कोई फोन नहीं ഞാൻ किया। ചോദിച്ചു അവരെ വിളിച്ചാൽ എന്ത് പറയും? और बुलाएंगे तो क्या होगा? അങ്കിൾ വിഷമിക്കേണ്ട, വിളിച്ചാൽ പറയാനുള്ള സെറ്റപ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. और बोला आप चिंता मत करो, अगर बुलाएंगे तो हम कुछ ना कुछ बोल ही देंगे। എന്നിട്ട് ഹോസ്റ്റലിൽ നിന്നും വീട്ടിൽ പോകാൻ ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളെയും കണ്ടു. लेकिन हॉस्टल में बोला घर जा रहे बोल कर गया, लेकिन कैब में आया। ഇവരാരും വലിയ ചർച്ചിലെ പാസ്റ്റേഴ്സിന്റെ മക്കളല്ല. ये सब बड़े पासवान की बच्चे नहीं है। 20 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, और 20 साल की बच्चे, 18 വയസ്സുള്ള പെൺകുട്ടികൾ, 18 साल की लड़की, ആൺകുട്ടികൾ. भाई लोग। ഇവർക്ക് സാധാരണ ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? सादा अक्सर बच्चे क्या करते हैं? ഹോസ്റ്റൽ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും. और हॉस्टल से सिनेमा देखने जाते हैं। ഹോസ്റ്റൽ കട്ട് ചെയ്തിട്ട് കൂട്ടുകാരുടെ കറങ്ങാൻ പോകും. और हॉस्टल से दोस्तों के साथ घूमते हैं। പക്ഷെ പിശാച് ഒരു പുതിയ തലമുറയുടെ പൊങ്ങിയിട്ടുണ്ട്. लेकिन शैतान जानो नई पीढ़ी तैयार हो गया। हालेलुया। ബഹളം വെക്കുന്നെങ്കിൽ നല്ലോണം ബഹളം വെക്കണം. अगर आप चिल्लाना है तो जोर से चिल्लाए। കൂവുന്നെങ്കിൽ നല്ലോണം കൂവണം. अगर आपको चिल्लाना है तो जोर से। വിസിലടിക്കുന്നെങ്കിൽ നല്ലോണം വിസിലടിക്കണം. सीटी बजाना है तो जोर से बजाओ। ഹല്ലേലൂയ. हालेलुया। ഇത് ഹോസ്റ്റൽ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന തലമുറയല്ല. ये वो पीढ़ी नहीं है हॉस्टल से फिल्म देखने जाएंगे। ക്ലാസ് കട്ട് ചെയ്ത് വരെ ചർച്ചിൽ പോകുന്ന തലമുറ. ये क्लास कट करके भी कलीसिया में जाने वाला पीढ़ी है। हालेलुया। വേറൊരു തലമുറയെ കണ്ടു ബോസ്. और एक पीढ़ी को देखा। വീട്ടിലെ പ്രധാനപ്പെട്ട വിവാഹങ്ങൾ, ഹൗസ് വാമിങ്ങുകൾ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ 6 മാസത്തിന് മുമ്പ് അതെല്ലാം മാറ്റിവെച്ച് ഈ 4 ദിവസത്തേക്ക് മാത്രം ലീവ് എടുത്തിട്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് പാസിംഗ് ദ ബാറ്റൻ ഒരു നിയോഗം പ്രാപിക്കണമെന്ന് പറഞ്ഞു. ऐसा पीढ़ी को मैंने देखा है,
घर का कई महत्वपूर्ण कार्य को शादी सब छोड़कर 4 दिन के लिए छुट्टी लेकर आए हुए लोग 4 ലക്ഷം പോയാലെന്താ 4 लाख होने ഒരു അപകടകാരിയായ തലമുറയെ കാണാൻ അവസരമുണ്ടായി. एक खतरनाक पीढ़ी को देखने के लिए मौका मिला. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ मिलकर बोले हालेलुया. വീണ്ടും തലമുറകളെ കണ്ടു. और एक पीढ़ी को 2 ദിവസം ക്യാമ്പിൽ ഇരിക്കാൻ വേണ്ടി 2 दिन का कैंप में बैठने के 6 ദിവസം യാത്ര ചെയ്തവരെ ഞാൻ കണ്ടു. 6 दिन यात्रा किए हुए लोगों को मैंने देखा. आमीन. 2 ദിവസം ഇരിക്കാൻ 2 दिन बैठने के लिए 6 ദിവസം യാത്ര ചെയ്തവർ. 6 दिन यात्रा किए हुए लोग 3 ദിവസം ഇരിക്കാൻ 3 दिन बैठने के लिए 40 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു വന്നു. 40 घंटे लगातार गाड़ी चलाने वाले लोग വേറൊരു തലമുറയെ കണ്ടു. मैंने कुछ औरों को देखा. ബോർഡ് എക്സാം നടക്കുക, പ്രധാനപ്പെട്ട എക്സാം നടക്കുക. बोर्ड एग्जाम चल रहे हैं. ഒരു ദിവസം എക്സാം ഇല്ല. एक दिन एग्जाम नहीं है. ആ ബോർഡ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ കടി ഒരു സെക്ഷനെങ്കിലും അവിടെ വന്നിരുന്ന് പ്രാപിക്കണമെന്ന് കണ്ട തലമുറ ഞാൻ കണ്ടു. बोर्ड एग्जाम के बीच में कम से कम एक सेक्शन में भी भाग लेने के लिए आए हुए लोग. കൈയടിക്കുന്നെങ്കിൽ നല്ലോണം അടിക്കാം. ताली बजाओ तो अच्छा से बजाओ. आमीन. ഇത് അപകടകാരിയായ തലമുറയാണ്. ये खतरनाक पीढ़ी है. ആഗ്രഹിച്ച ജോലി കിട്ടിയിട്ടും और जो नौकरी जो चाहता तो मिल गया. ചർച്ചിൽ മീറ്റിംഗ് ഉണ്ട്, चर्च में मीटिंग है. മീറ്റിംഗ് കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ജോബ് നീട്ടി വെച്ചിട്ട് ക്യാമ്പിൽ നിന്ന് പോയ ആൾക്കാരെ ഞാൻ കണ്ടു. और मीटिंग के बाद ही ज्वाइनिंग करेंगे ऐसे निर्णय लिए हुए लोग. പറഞ്ഞ ഈ ജനത്തിന്റെ ദാഹം എന്നെ അതിശയിപ്പിക്കുന്നു. आपका प्यास जो है मुझे आश्चर्य करता है. ഇത്രയൊക്കെ നടന്നിട്ടും വരാത്ത കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. और इतना होकर के भी जो नहीं आए हुए बच्चों को भी मैंने देखा. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിന്റെ ആഗ്രഹത്തിന്റെ മേൽ വെള്ളം ഒഴിക്കരുത്. आपकी बच्चों की प्यास के ऊपर में पानी ना डाले. നിന്റെ കുഞ്ഞിനെ സ്പിരിച്വലി മോട്ടിവേറ്റ് ചെയ്യുക. आप अपने बच्चों को आत्मिक क्षेत्र में प्रोत्साहित करें. ആവശ്യപോലെ ആത്മാബലവനെ ആമേൻ കൈത്താങ്ങ് കൊടുക്കുക. और जितना जरूरी है आत्मिक सहयोग करें. അസാധാരണമായ ദാഹം और असाधारण प्यास. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलकर हालेलुया बोले. ആമേൻ. आमीन. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിനകത്ത്. मुझे बहुत खुशी लगा. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സ്പിരിച്വൽ ദാഹത്തെ പേരൻസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. इसलिए बच्चों की आत्मिक प्यास को माता पिता लोग और आगे बढ़ाएं. പല പേരൻസ് കുഞ്ഞുങ്ങളോടും പേഴ്സണലി സംസാരിച്ചപ്പോൾ और कई माता पिता बच्चों से जब बात किया അവരുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ അവരുടെ ഫാമിലിയാണ്. और उनके परिवार ही उनके लिए बहुत बड़ी एक स्ट्रगल है. സ്കൂളിൽ അവർക്ക് ബുള്ളിംഗ് ലഭിക്കുന്നുണ്ട്, കളിയാക്കൽ ലഭിക്കുന്നുണ്ട്, और स्कूल में जो है लोग उनकी मजाक उड़ाते हैं. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്, और दोस्तों के बीच में बहुत है. അതിലുപരി പലരുടെയും വീട്ടിൽ കിട്ടുന്നു. लेकिन घर में भी वैसे ही अनुभव है. നീ പൊട്ടിയാ, നീ മന്ദബുദ്ധിയാ, നീ പൊട്ടനാ, നീ പഠിക്കത്തില്ല. Stop it! ऐसे कई घरों में बोला जाते तू पागल है, तू मूर्ख है, तू अच्छे से पढ़ाई नहीं कर पाते हैं. ऐसे बोलना बंद करे. നിന്റെ കുഞ്ഞിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഞങ്ങൾ കണ്ടു. और कई बच्चों की व्यक्तित्व परिचय खोते हुए मैंने देखा. കുഞ്ഞുങ്ങൾക്ക് ധൈര്യമില്ല, और उनको हिम्मत नहीं है दूसरों के साथ. കപ്പാസിറ്റി അവർക്ക്, और वो नहीं कर पाते. അവർക്ക് നോളജ് ഉണ്ട്, और उनको ज्ञान है, അവർക്ക് ലാംഗ്വേജ് ഉണ്ട്, उनकी अच्छी भाषा है, എഡ്യൂക്കേഷൻ ഉണ്ട്, पढ़ाई है उनके पास. പക്ഷെ പ്രതിസന്ധിയിൽ കേറി നിൽക്കാനുള്ള ധൈര്യമില്ല. लेकिन समस्या के समय खड़े नहीं हो पा रहे. समस्या जब आते हैं खड़े होने के लिए डरते हैं. പലർക്കും പേടിയാ, कई लोग डरते हैं. എന്താ കുഞ്ഞുങ്ങളെ കാര്യം? कारण क्या है बच्चों? വീട്ടിൽ നിന്നും സപ്പോർട്ട് ഇല്ല. क्योंकि परिवार से सहयोग नहीं है. നിങ്ങൾക്ക് കേൾക്കണ്ടേ? 150 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ? क्या आपको नहीं सुनना है? 150 बच्चा हमारे साथ में रहने की गवाही क्या है? കേൾക്കണ്ടേ? क्या नहीं सुनना है? കേൾക്കണ്ടേ രേവതി? കേൾക്കണ്ടേ സുനിൽ സിസ്റ്റർ? കേൾക്കണ്ടേ ജയശ്രീ? കേൾക്കണ്ടേ ഹരിയേട്ടാ? കേൾക്കണ്ടേ സിനു ബ്രദറെ? കേൾക്കണം, നിങ്ങൾ കേൾക്കണം. सब लोग सुनना है. കുറച്ച് കഞ്ഞിയും പയറും കൊടുക്കാനല്ല കൊണ്ടുപോയി, कुछ खाना खिलाने के लिए लेके नहीं गया. ഒരു സ്വപ്നമാ കൊണ്ടുപോയി. एक सपना दिलाने के लिए ले गया. പക്ഷെ അവരോട് അടുത്തിടപഴകുമ്പോൾ जब उनसे बातचीत करते സ്ട്രഗിളിങ്, और उनको परेशानी है बहुत सारी. പപ്പയുടെ അടുക്കൽ പോയി നിൽക്കാൻ അവർക്ക് പേടി. पापा के सामने खड़े होने के लिए वो डरता है. അവരുടെ ഒരു പ്രശ്നം അമ്മയോട് പറയാൻ പേടി. उनकी समस्या माँ को बोलने के लिए वो डरते हैं. പിന്നെ അവർ എവിടെ പോയി പറയുമെന്നാ നീ കരുതുന്നേ? आप क्या सोच रहे वे कहां जाकर बोलेंगे? അവർക്ക് നിന്റെ കുഞ്ഞിന് അവരുടെ ഒരു തോൽവിയോ പരാജയമോ നിന്റെ അടുക്കൽ വന്ന് പറയാനുള്ള ധൈര്യം
അവർക്ക് പേരൻസ് കൊടുത്തിരിക്കണം. माता पिता हिम्मत दिलाना है अपना बच्चों को, जिंदगी की तमाम बातें चाहे वो हार हो कुछ भी हो बोलने का उनको आजादी. അവർക്ക് സംസാരിക്കാൻ പേടിയാണ്. वो बोलने के लिए डरते हैं. നീ പേടിക്കുന്നത് കൊണ്ട് आप डरने के അവർ വേറെ ആരോടോ പ്രശ്നങ്ങൾ പറയുന്നു. और किसी और को समस्या बांटते അതാണ് हैं. നിന്റെ കുഞ്ഞിനെ ട്രാപ്പ് ചെയ്യുന്നത്. वो उसी वजह से वो फंस जाते हैं. പലർക്കും ഐഡന്റിറ്റി ഇല്ല. कई लोगों को व्यक्तित्व नहीं है. പലരുടെ മുമ്പിൽ ഒരു പർപ്പസ് ഇല്ല. कई लोगों के जीवन में कोई उद्देश्य नहीं है. പാസ്റ്റർ റിൻസിയുടെ ഒരു സെക്ഷനിൽ പാസ്റ്റർ റിൻസി ഒരു ഉദാഹരണം പറഞ്ഞു. पास्टर रिंसी के सेशन में पास्टर रिंसी एक उदाहरण बोला. തെരുവ് നായയെ പോലെ നടക്കുന്ന ഉദ്ദേശമില്ലാത്തൊരു തലമുറ. और ऐसे कुत्ते के समान बिना मतलब से चलने वाली एक पीढ़ी. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു വിനോദ. जो उदाहरण वो बोला है मुझे बहुत छुआ. ഞങ്ങളുടെ നാട്ടിൽ വെളിച്ചിക്കാലെ വന്ന ഇഷ്ടം പോലെ തെരുവ് നായ്ക്കളെ കാണാം. और विलिचकाला में बहुत सारे कुत्ते हैं. രാവിലെ എഴുന്നേറ്റ് കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യും. और सुबह उठकर हाथ पांव को आगे बढ़ाते हैं. രാവിലെ മുതൽ ഓടാൻ തുടങ്ങും. और सुबह से वो दौड़ते हैं. അങ്ങ് ഓട്ടമാ. और बहुत दौड़ है. കുറച്ച് നേരം ഓടി എവിടെങ്കിലും കിടക്കും. और थोड़ा समय के बाद वो कहीं रुक जाते हैं. കുറച്ചെന്തെങ്കിലും കഴിക്കും. कुछ खाते हैं. പിന്നെ ഓടും. फिर दौड़ते हैं. കൂട്ടുകാരോടെ കിടന്ന് ചാടും. और फिर उछलते हैं. തല കുത്തി മറിയും. और कुछ उछलते പിന്നെ हैं. ഓടും. फिर दौड़ते हैं. വൈകുന്നേരം ചോദിക്കും എന്തിനാ എത്ര ഓടിയേ. और शाम को पूछे क्यों इतना दौड़ा है. ആർക്കറിയാം. क्या मालूम. നല്ല ഒന്നാം തരം പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലിട്ടിട്ടുണ്ട്. ഒന്നാം തരം പഴഞ്ചൊല്ല്. और हमारे പഴഞ്ചൊല്ലുന്ന പഴയ വാക്യങ്ങൾ. और अच्छा बहुत सारे कहावत हमको सुनने के लिए मिलता है. പട്ടി ചന്തയ്ക്ക് പോയല്ലോ. और जो कुत्ता है वो बाजार गया है. നിന്റെ കുഞ്ഞ് അങ്ങനെ ആകരുത്. आपकी बच्चा ऐसा नहीं होना है. അതിന്റെ അകത്തൊരു ഡ്രീം കൊടുക്കുക. उनके अंदर में एक सपना डालना है. ആ ഡ്രീമിന് വെള്ളം ഒഴിക്കുക. और उस सपना को आप आगे बढ़ाए. എനിക്കിന്ന് രാവിലെ പേരൻസിന്റെ റെസ്പോൺസ് വേണം. आज मुझे माता पिताओं का जो प्रतिक्रिया सुनना है. 180 പേരൻസിന്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഇൻ ക്രൈസ്റ്റിലെ കുഞ്ഞുങ്ങളുടെ അപ്പന്റെയും അമ്മയുടെയും റെസ്പോൺസ് എനിക്ക് വേണം. इन क्राइस्ट की बच्चों की माता पिता की बातें मुझे सुनना है. നിന്റെ കുഞ്ഞിനെ കുറിച്ച് എന്താ നിന്റെ അകത്ത് ഡ്രീം. आपके बच्चों के प्रति आपकी सपना क्या है. ആ ഡ്രീമിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു. वो सपना पूरा करने के लिए आप क्या करेंगे. ഭയങ്കര പേടിയാ കുഞ്ഞുങ്ങൾക്ക്. बच्चे लोगों को बहुत डर है. ഭയങ്കര പേടിയാ കുഞ്ഞുങ്ങൾക്ക്. बहुत डर है उसके अंदर में. കാര്യം പേരൻസിനെ പേടിക്കുന്നു. क्योंकि वे माता पिता से डरते हैं. പേരൻസിനെ പേടിച്ച പിന്നെ അവരെവിടെ എന്ത് പോയി എന്ത് പറയും അവർ. और माता पिता से ऐसे डरेंगे तो उनकी बात कहाँ बोलेंगे, क्या बोलेंगे. ഈ പേരൻസുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ബന്ധം കണക്ട് ആകുന്നില്ല. माता पिता के साथ रिश्ता सही नहीं होने के कारण पवित्र आत्मा के साथ जुड़ नहीं पा रहे. പാസ്റ്റർ ജാക്സന്റെ സെക്ഷൻ സൂപ്പർബായിരുന്നു. पास्टर जैक्सन की सेशन बहुत ही आशीषित रहा. ആ സെക്ഷനിലാണ് ഈ ബിറ്റർനെസ് എല്ലാം പൊളിയാൻ തുടങ്ങിയത്. और उसी सेशन में जो कड़वापन है वो बंधन टूटने लगा. ഒരു മോള് എന്റെയും വിനിതയുടെയും മടിയിൽ വന്ന് കിടക്കുകയാണ്. और एक बेटी हम और विनिता की गोद में आकर बैठे हैं. വിനിതായ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അവളുടെ ഫാമിലിയുമായിട്ട് എന്തോ ഭയങ്കര പ്രശ്നം ആ കുഞ്ഞിനുണ്ട്. और विनिता को समझ में आए है कि उस बच्चे को परिवार से कुछ तकलीफ है. അവളുടെ ഫാദറിന്റെ സ്ഥാനത്ത് ഞാൻ അവളോട് ക്ഷമ പറഞ്ഞു. और पिता के पद में होकर हम उनसे क्षमा मांगा. അൺഫോർഗീവ്നെസ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. क्योंकि जो क्षमा नहीं करने की कई बातें प्रकट होने അവൻ लगा. വിളിച്ചു ചോദിക്കുകയാണ്, वो पूछ रही है, how can I forgive my parents? मेरा माता पिता को हम कैसे क्षमा कर How पाएंगे. can I forgive my dad? मेरा पिता को कैसे हम क्षमा करेंगे. How can I forgive my mother? मेरा माँ को हम कैसे क्षमा करेंगे. എത്ര വയസ്സുണ്ട്. कितनी उम्र है. 14-15 വയസ്സ്. 14 और 15 साल ही उम्र है. और इसी उम्र का ही वो एक बैठे. അവൾക്ക് അവളുടെ പപ്പായോടും മമ്മിയോടും കൈപ്പാണെങ്കിൽ how she can build her career. और उनका माता पिता से उनको तकलीफ है तो उनका कैरियर वो कैसे बना सकती है. how she can concentrate her studies. और उनकी पढ़ाई के ऊपर कैसे वो ध्यान दे पाएगी. और हम सिर्फ खाना खिलाना काफी नहीं है, प्यार करने के लिए भी हमें सीखना है.
पैसा खर्च करके बात कर रहे हैं और मुझे पूरा अधिकार है आपका बच्चों के बारे में बोलने के लिए। तो പേടിയാ, बच्चे लोग डरते हैं, അവർക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല. वे किसी से कुछ बोल नहीं पा रहे വീടിനകത്ത് ബുള്ളിങ്, और घर के अंदर में मजाक उड़ाए जाते हैं അവർക്ക് തോൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. और वो हारने के लिए भी उनके पास आजादी है। 15 വയസ്സുള്ള ഇവളിൽ നിന്ന് ഞാൻ പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത്. 15 साल के इनसे हम पूरा एक परफेक्शन नहीं रखना चाहिए। അവളുടെ തെറ്റുകളും ഞാൻ അംഗീകരിക്കണം. उनके गलतियों को भी हमें समझना है। ഹല്ലേലൂയ പറയാം. हालेलुया। എന്ത് പറ്റി എല്ലാവർക്കും? സ്തോത്രം എല്ലാം പോയല്ലോ. ഞാൻ അധികം പ്രസംഗിക്കായിരുന്ന നല്ലത്, നിങ്ങളെല്ലാം സമയം എടുത്തത് വളരെ നല്ലതായി. आप लोग ज्यादा समय लिया, अच्छा हो गया। തലമുറ ഹോപ്പ്ലെസ്നെസ് ആണ്. തലമുറയ്ക്ക് പ്രതീക്ഷ, അവർക്ക് ഹോപ്പില്ല. और आने वाला पीढ़ी के पास कोई आशा नहीं है। വേറൊരു സ്പിരിറ്റ് അവരിൽ കണ്ടു. और दूसरे का आत्मा मैंने उनमें देखा। സ്പിരിറ്റ് ഓഫ് ശൗൽ, ശൗലിന്റെ ആത്മാവ്. और शाऊल की आत्मा मैंने देखा। എന്താ ശൗലിന്റെ ആത്മാവ്? शाऊल की आत्मा क्या है? കപ്പാസിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, और उनके पास क्षमता है ഫെസിലിറ്റി ഉണ്ട്, और सुविधा है, പക്ഷെ ധൈര്യമില്ല. लेकिन हिम्मत नहीं है। അവന്റെ മനസ്സ് പറയുന്നു उनका मन कहते हैं ഗോലിയത്താ വലുത്, वो गोलियत बड़ा है, ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല, उनसे जीत नहीं पाएंगे, ഇതെന്നെ പിടിക്കും, वो मुझे कब्जा ഇതെന്നെ करेंगे, അറ്റാക്ക് ചെയ്യും, वो मुझे आक्रमण ഈ करेंगे, പ്രശ്നം എന്നെ പിടിക്കും, ये समस्या मुझे ഞാൻ आएंगे, തോറ്റു, वे हार जाएंगे, എനിക്ക് പറ്റത്തില്ല. हम नहीं कर पाएंगे, എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല, और हम नहीं कर पाएंगे, എന്റെ പരീക്ഷ തോറ്റു, और मैं परीक्षा में हार ഈ जाऊंगा, ടെംപ്ടേഷനിൽ ഞാൻ വീണു, और ये प्रलोभ में मैं गिर എനിക്ക് जाऊंगा, ജയിക്കാൻ പറ്റത്തില്ല. हम जीत नहीं पाएंगे, ഗോലിയാത്തിന്റെ സ്പിരിറ്റ്, क्योंकि ये गोलियत की आत्मा है। ഇതിനെ ചർച്ച പൊട്ടിക്കണം, और कलीसिया ये बंधन को तोड़ना है, ചർച്ച ഇതിനെ പൊട്ടിക്കണം. कलीसिया इसको तोड़ना है। എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ റെഡിയാണ്? कितना लोग आज प्रार्थना के लिए तैयार हैं? നിന്റെ വീടിനകത്ത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. आपके घर के अंदर आत्मिक वातावरण को बनाना है। സീരിയൽ കുറച്ച് കണ്ടാ മതി, सीरियल थोड़ा देखे, ക്രിക്കറ്റ് കുറച്ച് കണ്ടാ മതി. क्रिकेट थोड़ा देखे, കാര്യം നിന്റെ തലമുറ അപകടത്തിലാണ്. क्योंकि आपकी बच्चे खतरे में है। ഇതിന്ന് പ്രസംഗിക്കാൻ കേരളത്തിൽ ആരുമില്ല. आज इसके बारे में प्रचार करने के लिए केरला में कोई അവർക്കെല്ലാം नहीं, വേറെ ബിസിനസ് ഉണ്ട്. क्योंकि उनको बहुत सारे काम है। എന്റെ ബിസിനസ് ഇതാ ജാക്സ്, लेकिन मेरा बिजनेस वो नहीं है। തലമുറയാണ് എന്റെ ബിസിനസ്. मेरा बिजनेस नई पीढ़ी को खड़ा करने का है। പ്രാർത്ഥിക്കോ? कितना लोग प्रार्थना करने के लिए तैयार हैं? ഗോലിയത്താ വലുത്. वो लोग बोलते गोलियत ही बड़ा है। നിന്റെ ഗോലിയത്തിനെ നീ എറിഞ്ഞിടണം. आपकी गोलियत को आप मार गिराए। ഓരോരുത്തരുടെയും മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തുമാരെ നിങ്ങൾ എറിഞ്ഞിടണം. प्रत्येक जन के सामने खड़े होने वाला गोलियत को मार गिराए। എന്റെ ഗോലിയാത്ത് അല്ല ജോമൻ പാസ്റ്റർ ഗോലിയാത്ത്. और मेरा गोलियत नहीं है जोमन पास्टर, ഞങ്ങൾ രണ്ടുപേരുടെയും ഗോലിയാത്ത് അല്ല മോളെ നിന്റെ ഗോലിയാത്ത്. हम दोनों की गोलियत नहीं है आपका गोलियत, നിന്റെ ആരുടെയും ഗോലിയാത്ത് അല്ല വേറൊരുത്തന്റെ ഗോലിയാത്ത്. और आपका गोलियत नहीं है किसी और की। പക്ഷെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, लेकिन अनुभव से मैं कहता നീ हूं, ആരാണെന്ന് തിരിച്ചറിഞ്ഞ് आप अपने आप को पहचाने, നീ ഒന്ന് കളത്തിലേക്ക് ഇറങ്ങി നിൽക്കാവോ? आप लड़ाई में एक बार उतर जाए। നിന്റെ ഒറ്റ കല്ലിന് അതിനെ എറിഞ്ഞിടാൻ പറ്റും. आपका एक पत्थर काफी है उनको मार ഒറ്റ गिराने के लिए, കല്ലിന് അതിനെ എറിഞ്ഞിടാനുള്ള കരുത്ത് ദൈവം തരും. और आपको ताकत देंगे, एक ही मार में आप उसको വീട്ടിൽ गिराएंगे। നടക്കുന്ന വഴക്കുകളും വീട്ടിൽ നടക്കുന്ന കലാപങ്ങളും വീട്ടിൽ പറയുന്ന കുറ്റം പറച്ചിലുകളും നിന്റെ കുഞ്ഞിന്റെ കോൺഫിഡൻസിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. आपकी घर की अंदर की लड़ाई खींचना सब आपकी बच्चों की आत्मविश्वास को खो देता है। ഒരു കുഞ്ഞിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒന്നും വീട്ടിൽ സംസാരിക്കരുത്. ऐसा कुछ ना कहे जो बच्चों की आत्मविश्वास की ഒരു हानि കാരണവശാൽ पहुंचे। നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എന്റെ കുറ്റം നിങ്ങളുടെ വീട്ടിൽ പറയരുത്. अगर आप नहीं चाहते हुए भी मेरे बारे में बुराई ना അത് करें, പറഞ്ഞാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറയരുത്. और आप बोलेंगे तो भी बच्चों के सामने ना बोले। ബെഡ്റൂമിൽ കഥകടച്ച് നിങ്ങൾ മാത്രം സംസാരിക്കുക. आप बेडरूम में दरवाजा बंद करके आप दोनों बात करें, കാര്യം തലമുറ നശിക്കുന്നു. क्योंकि पीढ़ी बर्बाद हो रहा है। യേശുവിന്റെ നാമത്തിൽ ഇതിനെ പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. यीशु के नाम से हम इस बंधन ഈ तोड़
छोड़े। ക്രൈസ്റ്റ് ചർച്ച് ഇവിടെ നിൽക്കുന്നത് इन क्राइस्ट चर्च इसलिए खड़ा है, ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ്. एक पीढ़ी को खड़ा ഒരു करने के लिए, തലമുറയുടെ കയ്യിൽ ഒരു ബാറ്റൺ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. एक पीढ़ी के हाथ में बाटन देने के लिए है। ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, और एक बात पक्का है, ഞാനിപ്പോൾ ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ടിയല്ല. जो मैं कर रहा हूं मेरे लिए नहीं। അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ अगले 5-10 साल के बाद ചാത്തന്നൂരിന്റെ സിറ്റുവേഷൻ മാറും. चातनूर की परिस्थिति बदलेगा, ഇന്ത്യയുടെ സിറ്റുവേഷൻ മാറും. भारत की परिस्थिति അന്ന് बदलेगा। ഇവരിൽ നിൽക്കുന്ന പലരും ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കും. इनमें से कई लोग मैं जहां खड़ा हूं वहां खड़ा എനിക്ക് रहेंगे, നിൽക്കാൻ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. और मुझे खड़े होने के लिए मंच പക്ഷെ नहीं था, നിങ്ങൾക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കി തരാം. लेकिन आपको खड़े होने के लिए प्लेटफॉर्म मैं അവിടെ तैयार നിന്ന് करूंगा, നിങ്ങൾ യുദ്ധം ചെയ്യണം. क्योंकि अब लड़ाई करना है। അവിടെ നിന്ന് നിങ്ങൾ ഉണർവിനെ കൊണ്ടുവരണം. वहां मेरा बेदारी लेकर आना है। വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. विश्वास करने वाले लोग मिलकर हालेलुया बोले। ഈ തലമുറയോട് ഞാൻ പറയാം, ये पीढ़ी से मैं कहता हूं, നിന്റെ പ്രശ്നത്തിന് ജയിക്കാൻ പറ്റും. आप अपने समस्या को जीत पाएंगे, നിന്റെ ഗോലിയാത്തിനെ നിനക്ക് എറിഞ്ഞിടാൻ പറ്റും. आप आपकी गोलियात को हरा पाएंगे। പാസ്റ്റർ എന്ത് വില കൊടുത്ത് യൗവനക്കാരെ വളർത്തുക, पास्टर कैसे भी हो जवानों को खड़ा करें, ഇനിയും യൗവനക്കാരെ വളർത്തുക. और भी जवानों को खड़ा करें, ഇനിയും ഒത്തിരി സ്നേഹമാരെ വേണം, और भी बहुत सारे चाहिए, ഇനിയും ഒത്തിരി സന്ധ്യമാരെ വേണം. बहुत सारे संध्या और चाहिए, അവൻ എഴുന്നേൽപ്പിക്കുക. आप खड़ा करें, ഇനിയും ഒത്തിരി പ്രാഞ്ചലനെ വേണം, और बहुत सारे प्रांजन को चाहिए, അവൻ കൊണ്ടുവരിക. और भी लेकर आए। നമ്മളൊരു മിഷനകത്താണ്. हम लोग एक सेवकाई में शामिल ഈ हैं। മിഷൻ എന്ന് പറയുന്നത് ये सेवकाई जो है, അവൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു തലമുറ എഴുന്നേൽപ്പിക്കുക प्रभु എന്നുള്ളതാണ്. के राज्य के लिए एक पीढ़ी को खड़ा करने का है। ചേർന്നൊരു ഹല്ലേലൂയ പറയാം. मिलकर हालेलुया बोले। കുഞ്ഞുങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. बच्चों से मैं कहता हूँ, ഡെവിൾ ഈസ് എ ലയർ. और शैतान झूठ बोलने वाला, പിശാച് കള്ളമ പറയത്തുള്ളൂ. और शैतान झूठा है, പറഞ്ഞതൊന്നും സത്യമല്ല. जो बोला है गलत है। നിന്റെ പ്രശ്നങ്ങളല്ല വലുത്, आपकी समस्या बड़ी नहीं, നീയാണ് വലുത്. आप बड़े हैं। നിന്റെ പ്രതികൂലമല്ല വലുത്, आपकी प्रतिकूल बड़ी नहीं, നിന്റെ അകത്തെ അഭിഷേകമാണ് വലുത്. आपकी अंदर की अभिषेक बड़ा है। ഇന്നലെ രാത്രി 2:30 മണിയായപ്പോൾ कल रात में 2:30 बजे ഞാൻ ചാടി എഴുന്നേറ്റു. हम जग गया, എന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുക. मेरे कान में एक आवाज, ഇന്ന് വരുന്ന കുഞ്ഞുങ്ങളോട് നീ പറയണം, आज की बच्चों से कहे, കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കും. अभी भी अभिषेक बातों को तय करेंगे। ആരെങ്കിലുമൊക്കെ ഉറക്കെ വിളിച്ചു പറ, കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കും. जोर से बोलिए, मेरे बातों का നിന്റെ जिंदगी का सब कुछ പ്രശ്നങ്ങളല്ല നിന്റെ अभिषेक तय ഫ്യൂച്ചർ करेंगे। ബിൽഡ് ചെയ്യുന്നത്. वो आपकी फ्यूचर बिल्ड करेंगे। നിന്റെ പ്രശ്നങ്ങളല്ല നിന്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത്. आपकी समस्या आपकी भविष्य को नहीं बना Your रहे। anointing will determine your future. आपकी भविष्य जो है अभिषेक तय करेंगे। പ്രാർത്ഥിക്കാൻ പോവാ. प्रार्थना करने जा रहे हैं। 7 വാക്കുകൾ ഞാൻ പറയാം. मैं 7 शब्दों को ഈ തലമുറയുടെ ഒരു അപ്പന്റെ ശബ്ദമായിട്ട് കേട്ടോ. ओ एक आदमी पिता की शब्द के समान ले लो। തലമുറ ഒത്തിരി കൺഫ്യൂഷനിലാണ്, और ये जो पीढ़ी बहुत कंफ्यूजन में ഒത്തിരി സ്ട്രഗിളാ ജാക്സ. है, और बहुत सारे परेशानियां हैं। ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. मिलकर एक हालेलुया बोले। ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. आप घर के अंदर में आत्मिक वातावरण बनाए। ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ വീട്ടിൽ കാണും. आत्मिक वातावरण को घर में बनाए। എനിക്ക് വിളിക്കാൻ പറ്റുന്ന പേരല്ല ഞാൻ വിളിക്കും. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ കാണും. एक आत्मिक वातावरण घर में। എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? आप मेरे साथ हैं। എന്റെ കുഞ്ഞുങ്ങൾ വളരട്ടെ. बच्चे बढ़ने दे। കുഞ്ഞുങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. बच्चों से मैं कहता हूँ, കുഞ്ഞുങ്ങളെ, बच्चों, ഈ ദൈവവചനം 100% സത്യമാണ്. ये प्रभु का वचन 100% सच ഒരു है, ശകലം പോലും അവിശ്വസിക്കരുത്. और इसमें संदेह ना करें। ഇതിനകത്ത് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ इसमें जो कुछ भी कहा गया, നിനക്ക് 100%, 1000% ഇത് വിശ്വസിക്കുക. 1000% आप इस पर विश्वास कर सकते ആകാശം മാറിപ്പോവും മക്കളെ, ഭൂമി മാറിപ്പോവും മക്കളെ, हैं, और पृथ्वी ढल जाएंगे, പക്ഷെ ദൈവത്തിന്റെ വചനം മാറത്തില്ല മക്കളെ. लेकिन वचन कभी नहीं ढलता। എനിക്ക് ഈ തലമുറയോട് പറയാനുള്ള ആദ്യത്തെ ദൂത്, और कली पीढ़ी को मैं कहता हूँ, embrace the word of God. ദൈവവചനത്തെ കെട്ടിപ്പിടിക്കുക, प्रभु का वचन से गले लगाए, ദൈവവചനത്തെ വാരി പുണരുക. और वचन से गले लगाए। ദൈവവചനത്തെ വാരി പുണരുക. वचन से गले लगाए। രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, दूसरी बात जो मैं कहता ഞാൻ हूँ, പ്രസംഗിക്കുന്ന എന്റെ
എന്റെ ദൈവം നിങ്ങളെ ഭയങ്കരമായി സ്നേഹിക്കുന്നു. जो यीशु जिससे मैं प्रचार करता हूं आपसे बहुत प्यार करता है. നീ 1000 വട്ടം തോറ്റാലും അവൻ നിന്നെ കുറ്റം പറയത്തില്ല. हजारों बार हार जाए फिर भी आपको दोष नहीं देंगे. പപ്പ കുറ്റം പറയുമായിരിക്കാം, पिताजी शायद दोष നിന്റെ लगाएंगे, മമ്മി കുറ്റം പറയുമായിരിക്കാം. दोष लगाएंगे. My God, लेकिन मेरा प्रभु, എന്റെ ദൈവം, मेरा प्रभु, എന്റെ യേശു मेरा यीशु ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചവൻ, इसलिए सूली पर मरा അവൻ है. നിന്നെ കുറ്റം പറയത്തില്ല. वो दोष नहीं लगाते. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, അവൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. वो आपको बहुत अधिक प्यार करता है. അവൻ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. वो सबसे अधिक आपको पसंद നിന്നെയാണ് करता അവൻ ഏറ്റവും ഇഷ്ടം. है. वो आपको बहुत पसंद करता है. ഏറ്റവും തോറ്റ നിന്നെ അവൻ ഒത്തിരി സ്നേഹിക്കുന്നു. बहुत हरा हुआ आपको बहुत प्यार करता है. എല്ലാരും മാറ്റി നിർത്തി അവൻ നിന്നെ കെട്ടിപ്പിടിക്കാൻ റെഡിയാണ്. अरे सब आपको छोड़े लेकिन वो आपको അവൻ बाहों നിന്നെ में लेना चाहते ഒരിക്കലും हैं. കുറ്റം പറയത്തില്ല. वो आपको कभी दोष नहीं लगाते. അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ. मैं अगले बात कहूं, നിങ്ങളുടെ ജീവിതത്തിൽ आपकी जिंदगी നിങ്ങൾ में 100% 100% ഹോളി സ്പിരിറ്റിൽ ഡിപ്പെൻഡന്റ് ആകുക. पवित्र आत्मा में निर्भर हो. സ്വന്തമായിട്ടൊന്നും ചെയ്യാതിരിക്കുക. अपने आप कुछ ना करे. ഹോളി സ്പിരിറ്റിനെ ആശ്രയിക്കുക. पवित्र आत्मा पर भरोसा रखें. ഭയങ്കരമായിട്ട് ഹോളി സ്പിരിറ്റിനെ ആശ്രയിക്കുക. पवित्र आत्मा के ऊपर भरोसा रखें. കൊച്ചു തീരുമാനത്തിൽ പോലും छोटी निर्णय में भी ഹോളി സ്പിരിറ്റിനെ ആശ്രയിക്കുക. पवित्र आत्मा के ऊपर भरोसा करें. ഫോർ എക്സാമ്പിൾ, उदाहरण के लिए നീ ഒരു കടയിൽ തുണി എടുക്കാൻ പോകുമ്പോൾ आप एक दुकान में कपड़ा भी लेने जा रहे हैं. നിന്റെ മനസ്സിൽ ഒരു ഐഡിയ കാണും. आपके मन में एक आइडिया हो, വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് പോകുക. लेकिन घर में प्रार्थना करके കർത്താവേ, हे प्रभु, എന്റെ പപ്പായും മമ്മി എന്നെ തുണി എടുക്കാൻ കൊണ്ടുപോവാണ്. माता पिता मुझे ले जा रहे कपड़ा के लिए. നിനക്ക് ഇഷ്ടമുള്ളൊരു തുണി തരണേ. प्रभु जो आप चाहते हैं ऐसे ही ചുമ്മാ कपड़ा പ്രാർത്ഥിച്ചു നോക്കുമോളെ. दें. ऐसे प्रार्थना करके നീ देखिए. ആമേൻ കല്യാണം ആമേൻ ആലുക്കോസും ജോയി ആലുക്കോസും മൊത്തവും കേറി ഇറങ്ങി തിരിഞ്ഞാലും നിനക്ക് വേണ്ടുന്ന ആ സ്റ്റിച്ചിങ്ങിന്റെയും തുണിയുടെ മുമ്പിൽ ഹോളി സ്പിരിറ്റ് നിന്നെ കൊണ്ടുപോയി നിർത്തി തരും. पवित्र आत्मा जो वस्त्र आपके लिए उचित है वहां पर आपको लेके जाएंगे. ഈ തലമുറ പറയണം, വേറെ ഒന്നിനാലും ഞാൻ തൃപ്തരാകത്തില്ല, എന്റെ ദാഹം നിന്നോടാണെന്ന് ഈ തലമുറ പറയണം. पीढ़ी कहना है मेरा प्यास तेरे लिए है. Sorry parents, I want to talk to my children. Come on. Let the camp continue here. यहाँ पर होने पाओ. ജീവൻ നൽകിയിടും Oh, ജീവന്റെ Mashekhi Marato. അപ്പം തീർക്കും ജീവനാദിയും വേറെ ഒന്നിനാലും വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ഓ ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ ദാഹം തീർക്കും ജീവനാദി. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ Love you, Jesus. സ്നേഹിക്കുന്നേ യേശുവേ. I love you, Jesus. സ്നേഹിക്കുന്നേ 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 യേശുവേ. 100% ഹോളി സ്പിരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 100% पवित्र आत्मा पर निर्भर हो. അത് മിനിസ്ട്രിയിൽ മാത്രമല്ല, केवल सेवकाई में नहीं. നിന്റെ ഫുഡ് ഹാബിറ്റ് ഹോളി സ്പിരിറ്റ് ഡിസൈഡ് ചെയ്യട്ടെ. आपका जिंदगी का तमाम चीज നിന്റെ ഡ്രസ് കോഡ് ഹോളി സ്പിരിറ്റ് ഡിസൈഡ് ചെയ്യട്ടെ. पवित्र आत्मा तय करे. നിന്റെ ഫ്രണ്ട് സർക്കിൾ ഹോളി സ്പിരിറ്റ് ഡിസൈഡ് ചെയ്യട്ടെ. पवित्र आत्मा
डिसाइड करे। ഹോളി സ്പിരിറ്റ് നിന്റെ കരിയറിനെ ബിൽഡപ്പ് ചെയ്യട്ടെ. पवित्र आत्मा करियर को बनाए। എന്ത് ചെയ്താലും कुछ भी करे ഹോളി സ്പിരിറ്റിനോട് പെർമിഷൻ ചോദിക്കുക. और पवित्र आत्मा से पूछे। ആമേൻ. അവൻ നിന്റെ കൂടെയുണ്ട് 24/7 365 days. Your helper is with you. आपको मदद करने वाला पवित्र आत्मा पूरा साल पूरे दिन आपके साथ है। मोहब्बत है यीशु से, मोहब्बत है मोहब्बत है यीशु से। नेसिकिरे येसया, नेसिकिरे येसया। അടുത്തൊരു കാര്യം പറയട്ടെ. अगले बात, നിന്റെ ലൈഫ് ക്രിസ്തുവിൽ സേഫ് ആണ്. आपका जिंदगी मसीह में അതിന് सुरक्षित। തിരുനാളെ തട്ടിട്ട് പറ, एक दो लोगों को हाथ യു ആർ मिलाकर बोलो, സേഫ് ഇൻ ക്രൈസ്റ്റ് आप ജീസസ്. मसीह में सुरक्षित है। നീ കെമിസ്ട്രിക്ക് തോറ്റിരിക്കുക. शायद केमिस्ट्री में ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. चिंता मत നീ करें, മാത്സിന് മാർക്ക് കുറഞ്ഞിരിക്കുക. मैथ्स के मार्क कम होगा Come on, don't mind. और कोई बात नहीं है। അതൊന്നുമല്ല നിന്റെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. वो आपका भविष्य नहीं तय करता। എനിക്ക് 10ാം ക്ലാസ്സിൽ ആവറേജ് മാർക്കേ ഉള്ളൂ. और 10वीं क्लास में അതിന്റെ അർത്ഥം നീ പഠിക്കണ്ടെന്നല്ല. इसका मतलब ये नहीं है नहीं പക്ഷെ നിന്റെ ഭാവി തീരുമാനിക്കുന്നത് लेकिन आपकी भविष्य അഭിഷേകമാണ്. अभिषेक तय करेंगे। Come on. Come on. Come on. എൻട്രൻസിന് റിസൾട്ട് കിട്ടിയില്ല, പേടിക്കണ്ട. एंट्रेंस का रिजल्ट नहीं मिला कोई बात नहीं, നീ ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, और रैंक में नहीं आए कोई നീ बात എഞ്ചിനീയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. नहीं, नहीं बना कोई बात പക്ഷെ नहीं, നീ ക്രിസ്തുവിലായിരിക്കണം. लेकिन मसीह में होना നീ ക്രിസ്തുവിലായിരിക്കണം. मसीह में होना। അടുത്തിരുന്നുള്ള തട്ടിയോട് യു ആർ സേഫ് ഇൻ ജീസസ് जो ക്രൈസ്റ്റ്. बगल में बैठे हाथ मिलाकर बोलिए, आप मसीह നിന്റെ में കുഞ്ഞിന്റെ सुरक्षित है। ഭാവി സേഫ് ആണ്. मसीह में आपका भविष्य सुरक्षित आहा। है। പേടിക്കണ്ട കേട്ടോ, चिंता ना അവർ करें, സേഫ് ആണ്. കുഞ്ഞുങ്ങൾ സേഫ് ആണ്. बच्चे लोग सुरक्षित है ഒന്നും പേടിക്കണ്ട. और किसी के लिए चिंता ना അടുത്ത करें। 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. अगले बात बोलकर मैं समाप्त ഈ करता തലമുറയോട് പ്രധാനപ്പെട്ടൊരു ദൂത്, हूं। और इस पीढ़ी के लिए एक मुख्य संदेश, എപ്പോഴും എവിടെ വെച്ചും ഉണർവ് പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. क्योंकि कभी भी बेदारी भटक सकती है। നിങ്ങളിൽ ചിലരെ അതിന് ഉപയോഗിക്കും. प्रभु आपको इस्तेमाल करेंगे, എപ്പോഴും അത് സംഭവിക്കാം. कभी भी हो सकता है, എവിടെ വെച്ചും സംഭവിക്കാം. कहीं भी हो सकता है, Maybe ഇന്ന് സംഭവിക്കാം, आज भी हो सकता है, നാളെ നിന്റെ കോളേജിൽ സംഭവിക്കാം, कल हो सकता है, നീ തിരിച്ചു പോകുന്ന ബസ്സിൽ സംഭവിക്കാം, और आप जहाँ काम करते वहाँ हो ട്രെയിനിൽ सकता है, സംഭവിക്കാം. ट्रेन में हो सकता है। It may happen. हमें 2 കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ജീവിക്കുക. दो चीज की उम्मीद रखे, 2 കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. दो चीज की ഒന്ന്, उम्मीद। റിവൈവൽ എപ്പോഴും സംഭവിക്കാം. वो बेदारी कभी भी हो सकता രണ്ടാമത്തത്, എന്റെ യേശു എപ്പോൾ വേണമെങ്കിലും മടങ്ങി है, വരാം. यीशु कभी भी आ सकता ഈ है। 2 കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. दो चीज के लिए जिए। ഇത് പറഞ്ഞിവിടെ നിർത്തണമെന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞേ. ये बोल कर समाप्त करने के लिए पवित्र आत्मा, റിവൈവൽ എപ്പോഴും സംഭവിക്കാം. और बेदारी कभी भी हो सकता 2, है, എന്റെ യേശു എപ്പോ വേണമെങ്കിലും മടങ്ങി വരാം. यीशु कभी भी आ सकता है। Yeshua, 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 Yeshua. ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന്. Let's stand together. Let's stand together. Yeshua, 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 oh, Yeshua, 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 Yeshua. मोहब्बत है, मोहब्बत है
मोहब्बत है यीशु से, मोहब्बत है यीशु से, मोहब्बत है यीशु से. രണ്ട് കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. दो बात कभी भी हो सकता. ഒന്ന് ഉണർവ് സംഭവിക്കും. बेदारी कभी भी. രണ്ടാമത് യേശു മടങ്ങി വരും. यीशु की आगमन कभी भी हो सकता. റെഡി ആയിക്കോ? क्या तैयार है? പ്രാർത്ഥിക്കട്ടെ. प्रार्थना करेंगे. എനിക്ക് ഞാൻ ക്യാമ്പിൽ നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്നത്. ऐसे लग रहा है कि मैं अभी भी कैंप में हूँ. എന്നെ സംബന്ധിച്ച് യൂത്ത് ക്യാമ്പ് തീർന്നിട്ടില്ല. मेरे लिए यूथ कैंप अभी भी खत्म नहीं हुआ. It's going on. अभी भी जा रही है. ഇത് പഞ്ചാബിൽ സംഭവിക്കും. ये पंजाब में होगा. ലക്നൌവിൽ ഇത് ആവർത്തിക്കും. लखनऊ में दोहराएंगे. ആന്ധ്രയിൽ ഇത് സംഭവിക്കും. और आंध्रा में होगा. ജബൽപൂരിൽ ഇത് സംഭവിക്കും. जबलपुर में होगा. റായ്ഗഡിൽ ഇത് സംഭവിക്കും. रायगढ़ में होगा. ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ബാച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മിഷൻ ഫീൽഡായി നിങ്ങളുടെ സ്കൂൾ മാറും. आपके स्कूल आपके लिए मिशन फील्ड बन जाएगा. നിങ്ങളുടെ മിഷൻ ഫീൽഡായി നിങ്ങളുടെ കോളേജ് മാറും. आपका कॉलेज आपका मिशन फील्ड बनेगा. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരന്റ്സ് ഫുൾ സപ്പോർട്ട് ചെയ്യുക. और बच्चों के लिए माता पिता लोग पूरा सहयोग करें. കാര്യം ഞായറാഴ്ച മാത്രമാണ് അവരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. क्योंकि केवल रविवार को मुझे उनको मेरे पास मिलते हैं. 6 ദിവസം നിങ്ങളുടെ കൂടെയാണ്. 6 लोग आपके साथ. ഹല്ലേലൂയ. 30-ലധികം കുഞ്ഞുങ്ങളാ സ്നാനപ്പെടാൻ 30 തീരുമാനിച്ചു. से अधिक बच्चे लोग बपतिस्मा के लिए तैयार हुआ है. അവരുടെ സ്നാനം ദൈവം അനുവദിച്ചാൽ और उनकी इच्छा है तो प्रभु की सेवकाई മെയ് 17 ശനിയാഴ്ച ആയിരിക്കും. मई 17 तारीख शनिवार को उनकी बपतिस्मा होगा. ഹല്ലേലൂയ. हालेलुया. മെയ് 17 നമുക്ക് സ്നാനം ഉണ്ടായി. और मई 17 तारीख को അടുത്ത തവണ സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പ് और स्कूल जाने के पहले നിങ്ങൾ പുതിയ ആളുകളായിരിക്കും. वो एक नया व्यक्ति बन നിങ്ങളുടെ കൈകളിൽ കൂടെ ദൈവം അത്ഭുതം ചെയ്യും. और हमारे हाथ के द्वारा होगा. പ്രാർത്ഥിച്ച് എത്ര പേർ പറയും सभी लोग प्रार्थना ആ കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. उनको खाने दे. ആരെയും നോക്കണ്ട. कोई किसी को ना देखे. പഞ്ചാബിൽ നിന്ന് കുഞ്ഞുങ്ങളാ. वे पंजाब से आए हैं. നിങ്ങൾക്ക് ഇതെന്നും കിട്ടും. और आपको ये अनुभव कब പക്ഷെ അവർക്ക് मिलेगा? വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. उनको साल में एक ही बार मिलता है. ഓ ഖിയാമലാഷ് മർഥലാറ. പാസ്റ്റർ ജാക്സൺ നിങ്ങൾ ദൂത് പറയാനുണ്ട് അവരോട്. കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആരെയും നോക്കണ്ട. प्रार्थना करें. ദ ഹോളി സ്പിരിറ്റ് ഇവിടെ മൂവ് ചെയ്യുന്നു. पवित्र आत्मा कार्य कर रहा है. ചില അമ്മമാർ ആ ഇരിപ്പിടം വിട്ട് കുഞ്ഞുങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മമാർ വലുത सामने आकर बच्चों के लिए प्रार्थना. അമ്മമാരെല്ലാം ഇറങ്ങി വാ. അമ്മമാർ ഇറങ്ങി വാ. അപ്പന്മാർ ഇറങ്ങി വാ. അപ്പന്മാരൊക്കെ ഇവിടുന്ന് വാ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിട്ട് बच्चों के लिए प्रार्थना करें. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാ. അപ്പന്മാർ എല്ലാ കുഞ്ഞുങ്ങളെ സിനു വാ. യേശുവേ നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ്. പ്രാർത്ഥിര് യേശുവേ പ്രണയമാണ്, പ്രണയമാണ് അമ്മമാർ മമ്മി പ്രണയമാണ്. എല്ലാ അമ്മമാരും വാ. ഇനി ഓരോരുത്തരുടെ പേര് വിളിക്കണം. വാ ഇവിടെ. പേര് വിളിച്ചാലേ നിങ്ങളുടെ കാലനകത്തുള്ളൂ. വാ ഇവിടെ. ചുവപ്പും എന്റെ തമ്പുരാനെ. ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിര്. വഴി കൂടെ അവിടെ വഴി കൂടെ. എന്നെ ഒന്ന് ചുംബിക്കട്ടെ. ഓ
പ്രണയമാണേ പ്രണയമാണേ എനിക്കു പ്രണയമാണേ യേശുവേ നിന്നോട് പ്രണയമാണേ इश्क है मुझे यीशुआ इश्क है मुझे ओ इश्क है मुझे Come on. इश्क है मुझे यीशुआ इश्क है നിന്റെ കുഞ്ഞിനൊരു വലിയ ധൈര്യം കിട്ടട്ടെ. आपके बच्चों को ये हिम्मत मिले നീ അവളുടെ കൂടെ ഉണ്ടെന്നൊരു ധൈര്യം കിട്ടട്ടെ. आप उनके साथ है हिम्मत उनको दिलाए നിന്റെ മോനൊരു ധൈര്യം കിട്ടട്ടെ. और आपकी बेटा को मिले നീ അവന്റെ കൂടെ ഉണ്ടെന്നൊരു ധൈര്യം. आप उनके साथ है ये बल उनको मिले इश्क है मुझे इश्क है मुझे यीशुआ तुमसे इश्क अमृता, है मुझे സ്വാതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. इश्क है मुझे इश्क है मुझे यीशुआ तुमसे इश्क है मुझे कादल वंदन കർത്താവേ, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. यहाँ पर जो बच्चे नहीं है उनके लिए प्रार्थना करें യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. यूनिवर्सिटी में पढ़ाई करते हैं ബാംഗ്ലൂരിൽ പഠിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. बैंगलोर में पढ़ने के लिए प्रार्थना ഔട്ട് ഓഫ് ഇന്ത്യയിൽ പഠിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ऑफ इंडिया में पढ़ने वालों के लिए प्रार्थना करें ആബ്സെന്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി जो यहाँ पर പ്രാർത്ഥിക്കുന്നു. नहीं है उनके लिए प्रार्थना करें ഞങ്ങൾ അവരെ ആത്മാവിൽ ചേർത്ത് പിടിക്കുന്നു. हम उनको आत्मा में पकड़ रहा ഈ തലമുറ നിയോഗത്തിൽ നിൽക്കുന്നിടം വരെ प्रभु ये पीढ़ी एक आदमी का अगुवाई में चले ഞങ്ങൾ അവരുടെ കൂടെ കാണും. हम उनके साथ हैं ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ऐसे प्रार्थना करें எனக்கு காதல் வந்தது இயேசுவே உன்னோடு காதல் வந்தது ஓ காதல் வந்தது எனக்கு காதல் வந்தது இயேசுவா உம்மோடு காதல் வந்தது പ്രണയമാണ്. പ്രണയമാണേ എനിക്ക് പ്രണയമാണേ യേശുവേ നിന്നോട് പ്രണയമാണേ പ്രാർത്ഥിക്കാതെ ഒരു കുഞ്ഞിനെ പോലും വിടരുത്. പ്രാർത്ഥിക്കാതെ ഒരു കുഞ്ഞിനെ പോലും വിടരുത്. बिना प्रार्थना किए कोई बच्चा को ना जाने दे യേശുവേ നിന്നോട് പ്രണയമാണേ इश्क है मुझे यीशुआ तुमसे इश्क है मुझे इश्क है मुझे इश्क है मुझे यीशुआ तुझसे इश्क है मुझे കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നു. प्रभु हम बच्चों को अपने ഒരു साथ തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെ जैसे मुर्गी अपने पंखों के तले बच्चों को संभाल ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളെ ചേർത്ത് പിടിക്കുന്നു. हम अपने बच्चों को बाहों में लेते हैं വിട്ടുതരത്തില്ല പിശാചേ. शैतान हमको जाने नहीं देंगे നീ എഴുതി വെച്ചു, അപകടകാരിയായ ഒരു തലമുറ എഴുന്നേൽക്കുന്നുണ്ട്. प्रभु इनके बीच में से एक खतरनाक पीढ़ी तैयार होंगे അവർക്ക് ശൗലിന്റെ ആത്മാവല്ല, उनको शाऊल की आत्मा नहीं അവർക്ക് ദാവീദിന്റെ ആത്മാവായിരിക്കും. उनके अंदर दाऊद की They are carrying the spirit of worship. क्योंकि वो आराधना की They are अभिषेक carrying the spirit of intimacy. और एक धनिष्ठता की आत्मा लेकर चले They are carrying the spirit of fearlessness. और बिना डरने वाले एक पीढ़ी रहेंगे वे I love you, I love you, I love you, Jesus. I love you, I love you, I love you,
Jesus. I love you. I love you. I love you, Jesus. I love you. I love you. I love you, Jesus. ഈ കുഞ്ഞുങ്ങളോട് യേശു കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജിൽ ഇടപെടുന്നേ. കുഞ്ഞുങ്ങളോട് യേശു കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജിൽ ഇടപെടുന്നേ. और बच्चों को यीशु उनकी भाषा में बात करते हैं. ജാക്സൺ പാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് जैक्सन पास्टर जैसे प्रचार कर रहा था, ഞാനിങ്ങനെ തറയിൽ കിടക്കുക. हम ऐसे जमीन में लेटा था. ഞാനൊരു സ്വപ്നം കാണുക. मैंने एक सपना देखा. ആകാശത്തിൽ आकाश में യേശു നിൽക്കുന്നു. यीशु खड़ा है ഇപ്പം പുതിയ ഒരു സിമ്പൽ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു. और एक छोटा सा सिंबल दिखा रहे हैं. ऐसे एक सिंबल दिखा. ഞാൻ ഞെട്ടിപ്പോയി. मैंने आश्चर्य हो गया. ഐ ലവ് യു എന്നുള്ളതിന്റെ ആ ഒരു സിമ്പൽ പുതിയ ഇമോജിയാണ്. और ये नया इमोजी है, मैं प्यार करता हूँ इसका. യേശുവിന്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി ഇമോജി ഒക്കെ ഉണ്ട്. और यीशु के हाथ में भी ऐसे इमोजी है. എന്റെ യേശു ഭയങ്കര സ്വീറ്റാ മക്കളെ. मेरा यीशु बहुत ही मधुर है. ഭയങ്കര സ്വീറ്റാ കുഞ്ഞുങ്ങളെ. वो बहुत ही मधुर है. അവളെ എങ്ങനെ ചേർത്ത് പിടിച്ചുണ്ടല്ലോ. और ऐसे पकड़ते ऐसे എന്നാൽ എന്നും പിടിക്കണം അവളെ. रोज ऐसे पकड़े. അവൾ നിങ്ങൾക്കൊരു അഭിമാനമായി. वो आपके लिए एक गर्व बात होगा. അവൾ കത്തട്ടെ അഭിഷേകത്തിൽ. അവൾ പ്രവചിക്കട്ടെ അഭിഷേകത്തിൽ. अभिषेक में प्रभाव അവൾ भविष्यवाणी करे. സുവിശേഷകയാകട്ടെ. और एक सेवकाई में उतरे. ഇതെവിടാ നിർത്തുന്നത് എനിക്ക് അറിയത്തില്ല. പാട്. हजारों जुबानें गाए, तेरा ही नाम दोहराए, यीशु तू पवित्र है. ओ हजारों जुबानें गाए, तेरा ही नाम दोहराए, यीशु तू पवित्र है. हजारों जुबानें गाए, तेरा ही नाम दोहराए, यीशु तू पवित्र है. मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा. यीशु तेरा नाम रहे ऊंचा. हम हाथ उठाकर गाएंगे, यीशु तेरा नाम रहे ऊंचा. हम हाथ उठाकर गाएंगे, यीशु तेरा नाम है ऊंचा. It's unstoppable. बंद नहीं कर पा रहे. നമ്മൾ തൽക്കാലം നിർത്തുക. हम यहाँ बंद कर रहे हैं. കർത്താവ് അത്ഭുതം ചെയ്യും. प्रभु चमत्कार करेंगे. ഓഫറിംഗ് എടുക്കാൻ പോവാം. ऑफरिंग लेने जा रहे हैं. ഈ ആഴ്ച എനിക്ക് 3 ലക്ഷം രൂപ വേണം. इस हफ्ता मुझे 3 लाख रुपया चाहिए. 3 ലക്ഷം രൂപ എനിക്ക് 2 ദിവസമായിട്ട് വേണം. 2 दिन में 3 लाख रुपया चाहिए. അല്ലെങ്കിൽ മാർത്തോമ ധ്യാന തീരത്തെ അച്ഛൻ എന്നെ വിളിക്കും. नहीं तो वहाँ के जो अक्षर बुलाएंगे. നല്ല ഓഫറിംഗ് എടുത്ത് കയ്യിൽ പിടിക്കുക. अच्छा ऑफरिंग हाथ में ले. ഏറ്റവും ബെസ്റ്റ് അതിനകത്ത് ഇടുക. और सबसे अच्छा ऑफरिंग डाल. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. हमारा बच्चों के लिए हम डाल रहे हैं. അതൊരിക്കലും നഷ്ടമല്ല. हमारे लिए नुकसान नहीं है. കർത്താവ് അത്ഭുതം ചെയ്യും. प्रभु चमत्कार करें. നിങ്ങൾക്ക് ജിപേ ചെയ്യാം, ഓൺലൈനിൽ ഓഫറിംഗ് ഇടാം. ऑनलाइन में ऑफरिंग डाल सकते. പാസ്റ്റർ ജാക്സൺ പ്രാർത്ഥിച്ച് വർഷിപ്പ് ചെയ്തു. എപ്പോഴും വേണമെങ്കിലും നിർത്താം. 5 മണിക്ക് 6 മണിക്ക് നിർത്താം. ഞാൻ നിർത്തി. करुणा
विश्वासयोग्यത देखूंगा मैं उम्र भर मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा मैं हाथ उठाकर गाऊंगा यीशु तेरा नाम रहे ऊंचा കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവെ, ഇന്നിവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി. കർത്താവ് ഞങ്ങളെ തൊടുന്നല്ലോ, ഒരു തലമുറ എഴുന്നേൽപ്പിക്കുന്നല്ലോ, അസാധാരണമായ കാര്യങ്ങൾ കർത്താവ് ഈ സീസണിൽ ഇവിടെ ചെയ്യുന്നല്ലോ. കർത്താവ് റാമാഥിലി ബോഷിയാസ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. ഒരു തലമുറ തൊടുന്നതിന് നന്ദി. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിവാൻഷി എന്ന് പേരുള്ളായിരുന്നു. शिवांशी कौन है? സന എന്ന് പേരുള്ളായിരുന്നു. सना नाम करके कौन है? सना सना खड़े हो जाइए, आप आगे आगे आगे. ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ വന്നതാണ്. हम प्रार्थना करके बंद करने आए यहाँ. ഇത് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ കർത്താവിൻ്റെ അടുത്ത് പറയും. प्रभु कह रहे कि आज बड़े कार्य वो कर रहा है. പ്രാർത്ഥിച്ചേ, प्रार्थना करें. അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചു കർത്താവ് ഒരു തലമുറ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയും. प्रभु कह रहा है इस पीढ़ी को बहुत प्यार करते हैं परमेश्वर. എന്തോ ഹിമാചലുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദൈവപ്രവൃത്തി हिमाचल से एक प्रभु का कार्य होने जा रहा है കർത്താവ് എന്നിലൂടെ ചെയ്യുമെന്ന് പ്രവചിക്കാൻ കർത്താവിന് और भविष्यवाणी करने के लिए प्रभु कह रहा है. ഞാൻ ഇത് പറയുമ്പോൾ ഈ ഫിറോസ്പൂറുമായി ബന്ധപ്പെട്ടും എന്തോ ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കർത്താവിന് फिरोजपुर में भी प्रभु का बहुत बड़ा कार्य होने जा रहा है. भविष्यवाणी कर रहे परमेश्वर. ഞാൻ നിങ്ങള് പ്രവചിക്കാൻ നിന്നയല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഹൃദയത്തിനകത്ത് കർത്താവ് ഒരു ഭയങ്കര ദൈവശബ്ദം തരുന്നു. നിങ്ങൾ ഈ സീസണിൽ കർത്താവ് തെളിയിക്കുമെന്ന് പറയാൻ കർത്താവിൻ്റെ അടുത്ത് പറയും. और प्रभु मुझसे कह रहा है कि वो आपके साथ देकर के वो दिखाने वाले हैं. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ട ഒരു പ്രവചന ശബ്ദം ഞാൻ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തെളിയിടിച്ചു വരുന്നു. ഈ പുതിയ തുടക്കങ്ങൾ എന്നൊരു വേർഡ് കർത്താവ് ഇങ്ങനെ തരുന്നു. और नई शुरुआत का एक शब्द जो बीते हुए दिनों में सुना है फिर से प्रभु दे रहा है. വർഷം തുടങ്ങിയപ്പോൾ നിന്നോട് കർത്താവ് സംസാരിച്ചൊരു പദം. और ये जो शब्द नई शुरुआत देंगे आपको, शुरुआत में इस साल प्रभु आपसे कहा था. ഇത് കർത്താവ് ഈ വർഷം കർത്താവ് തെളിയിക്കുമെന്ന് പറയാൻ കർത്താവ് എൻ്റെ അടുത്ത് പറയും. प्रभु कह रहा है जो प्रभु आपसे कहा नई शुरुआत का वो स्थापित करेंगे, ऐसे ही होगा करके. വീണ എന്നൊരു പേരുമായിട്ട് എന്തെങ്കിലും വന്നോ? वीणा नाम करके एक नाम से कोई परिचय? आमीन. ചുംബിച്ചു അവിടെ ഞാൻ അങ്ങേ വീണാണോ ആ
അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ അങ്ങേ വീടാണോ അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ അങ്ങേ വീടാണോ അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ. കർത്താവ് ചില ഗ്രാമങ്ങളെ കർത്താവ് നിങ്ങളുടെ കരുത്തിൽ തരുന്ന പ്രവചിക്കാൻ കർത്താവിന്റെ അടുത്ത് പറയുന്നു. प्रभु नए गांवों को आपके हाथ में देंगे, भविष्यवाणी करने के लिए ഭയങ്കര ഉണർവ് എഴുന്നേറ്റ് വരും. एक बहुत बड़ी बेदारी वहां से शुरू होगा. എനിക്കറിയത്തില്ല, ഞാൻ അമർപുര എന്നിങ്ങനെ കേൾക്കുന്നു. अमरपुरा एक शब्द में सुन रहा हूं. അമർപുര, ബല്ലുവാന ഇങ്ങനെ ചില ഗ്രാമങ്ങളുടെ താക്കോൽ നിന്റെ കൈ കർത്താവ് തരുമെന്ന് പറയാൻ. अमरपुरा बेलवाना ऐसे कुछ गांवों में सेवकाई प्रभु शुरू होने के लिए प्रभु आपको देंगे. പുതിയ താക്കോലുകൾ ഈ സീസണിൽ നിന്റെ കരുത്തിൽ കർത്താവ് इस सीजन में नई चाबी परमेश्वर आपके हाथ में देंगे. എന്റെ പുറകിൽ ഒരുപാട് ഡോക്ടർമാരെ നിൽക്കുന്നത് പോലെ കർത്താവിനെ കാണിക്കുന്നു. और आपके साथ कुछ डॉक्टर लोग खड़े होते हुए जैसे मुझे दिखा रहे हैं. നിന്നെ കർത്താവ് അങ്ങനെ ഒരു ഭയങ്കര റിവൈവലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുക. और ऐसे एक बहुत बड़ी बेदारी के लिए प्रभु इस्तेमाल करेंगे. കർത്താവിന്റെ അടുത്ത് പറയുന്നു, प्रभु कह रहा है मुझे 2025 സെപ്റ്റംബറിന് മുമ്പ് 2025 सितंबर की पहले നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു ഭയങ്കര മഹത്വം കാണുമെന്ന് പറയാൻ പറയും. एक बहुत बड़ी महिमा प्रकट होगा आपकी जिंदगी में जो कभी नहीं देखा पहले. പ്രാർത്ഥിക്കുക, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. सब लोग मिलकर प्रार्थना करें. പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ അങ്ങേ വീടാണോ അവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കാം. സെപ്റ്റംബർ നിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ണിന് കാണുന്ന വ്യക്തമായ അടയാളങ്ങളോടുകൂടെ ചിലത് വെളിപ്പെടുമെന്ന് പ്രവചിക്കാൻ കർത്താവിന്റെ അടുത്ത് പറയുന്നു. सितंबर की बर्थडे के पहले प्रभु आपके जिंदगी में कुछ नया कार्य जो अभी तक नहीं प्रकट हुआ आपके साथ होगा करके भविष्यवाणी कर रहे हैं. കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറയുന്നു. प्रभु आपको बहुत प्यार करते हैं ये बताने के लिए कह रहा है. നിന്റെ അകത്തൊരു അപ്പോസ്തോലികത്വം ഉണ്ട്. आपके अंदर में एक प्रेरिताई की अभिषेक है. അപ്പോസ്തോലികത്വം കർത്താവ് പുറത്തെടുക്കും. ओ जो प्रेरिताई की सेवकाई प्रभु बाहर लाएंगे. നിന്റെ മുമ്പിൽ നിന്റെ മുകളിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടയുണ്ട്. और आपके ऊपर में एक छाता आपके सिर के ऊपर में लगा हुआ है. ഇനി ഹർജിത്ത് എന്നൊരു പേര് ഇങ്ങനെ കർത്താവിനെ കാണിയത്. हरजित एक नाम दिया है प्रभु मुझे. കർത്താവ് പറയുന്നു, ഇതുപോലെ നിന്നെ അടുത്തൊരു കൊടയാക്കി ആ ദേശത്ത് കർത്താവ് മാറ്റാൻ പോകും. और परमेश्वर एक छाता के समान आपके जीवन में कार्य करके आपको उधर लगाएंगे. രണ്ട് കാര്യങ്ങൾ കർത്താവ് ചെയ്യും. प्रभु दो कार्य करेंगे. കർത്താവിനെ കാണിക്കുന്നു, നിന്നിലൂടെ ജീവൻ പുറത്തു വരുന്നു. और आपके अंदर से जीवन बाहर आ रहा है. നിന്റെ അകത്തൂടെ പ്രകാശം പുറത്തു വരുന്നു. आपके अंदर से रोशनी बाहर आ रहा है. നിന്റെ അകത്ത് കർത്താവ് തന്നൊരു നിയോഗമുണ്ട്. आपके अंदर में प्रभु ने एक अगुवाई दिया है. നിന്റെ അകത്ത് ജീവനും പ്രകാശവും വെളിച്ചവും ഒരുപോലെ പുറത്തു തരുമെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. आपके अंदर में प्रभु ने पहले से योजना बनाकर रखा है कि जीवन और रोशनी आपके द्वारा बाहर लाए. ലൈഫ് ആൻഡ് ലൈറ്റ്. जीवन और रोशनी. അവിടെ ഞാൻ അങ്ങേ വീടാണോ അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ. ചർച്ചിന്റെ name. ഈ ലൈഫ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് ജീവൻ ജ്യോതി എന്നാണ് ഈ പാസ്റ്ററുടെ ചർച്ചിന്റെ പേര്. Amen. കൈ അടിക്കുന്നെങ്കിൽ നല്ലോണം അടിക്കും. അത് ഈ സീസൺ ഒഴുകുമെന്ന് പറയാൻ പറയുന്നു. Amen.
ഈ സീസണിൽ അത് ഒഴുകുമെന്ന് പറയാൻ और പറയാം. इस सीजन में जीवन और ज्योति दोनों आपके अंदर से बहेंगे सेवकाई के നിന്റെ द्वारा। കൂടെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുന്ന സേവ ഏഞ്ചൽസ് നിൽക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. और ऐसे स्वर्गदूत आपके साथ खड़े हैं जो जीवन प्रकट करते हैं। ഞാൻ കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. प्रभु मुझे एक और चीज दिखाते हैं। ഞാൻ കാണുന്നു സ്ട്രെച്ചറിലും വീൽ ചെയറിലും ആംബുലൻസിലും രോഗികളെ കൊണ്ടുവരുന്നത് പോലൊരു കാഴ്ച. और एम्बुलेंस में स्ट्रक्चर में बीमारों को लेकर आने वाली एक बात। കർത്താവിനെ കാണിക്കുന്നത് ഡോക്ടർമാർ പ്രിഫർ ചെയ്യുന്ന ഒരു പാസ്റ്ററായി മാറുന്നു. और डॉक्टर लोग भी आपकी तरफ प्रेफर करने वाले एक सेवक बनेंगे आप। കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. ഞാൻ കർത്താവിനെ കാണിക്കുന്ന ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ്. और डॉक्टर की प्रिस्क्रिप्शन प्रभु मुझे दिखा रहे हैं। ഇത് മനുഷ്യനാൽ അസാധ്യമാണ്. ये मनुष्य से असंभव ഇത് है, മെഡിക്കൽ സയൻസിൽ അസാധ്യമാണ്. मेडिकल साइंस के लिए असंभव है। I prefer and I refer these patients to Pastor Benny Massey. എന്നൊരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. बेन्नी मसीह की ओर रेफर करते हुए लिखते हुए मैं देख पा रहा हूँ। ഡെലിവറൻസിന്റെ ഒരു ഭയങ്കര മിനിസ്ട്രി നിന്റെ അകത്തു നിന്ന് തുറന്നു വരുന്നു എന്ന് പ്രവചിക്കാൻ കർത്താവിനെ डिलीवरेंस की एक अद्भुत सेवकाई आपके अंदर से खुल रहा है। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से രോഗികളെ സൗഖ്യമാക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, वो बीमारों को चंगा करना और मुर्दों को जिलाने वाले Amen. ഭയങ്കര മിനിസ്ട്രി തുറന്നു വരുന്നല്ലോ. ओ एक अद्भुत सेवकाई खुल रहा है आज। പ്രാർത്ഥിച്ചേ. प्रार्थना करें। അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ അങ്ങേ വീടാണോ അവിടെ ഞാൻ നിൻ പാദങ്ങൾ ചുംബിച്ചും അവിടെ ഞാൻ wherever you കർത്താവേ, are. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. मिलकर प्रार्थना कर। ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നന്ദി കർത്താവ്. यहाँ का अभिषेक के लिए धन्यवाद देते। തലമുറ കർത്താവ് സ്നേഹിക്കുന്നതിന് നന്ദി കർത്താവ്. एक पीढ़ी को तैयार कर रहे इसके लिए धन्यवाद। ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. यीशु मसीह के नाम से आशीषित करके प्रार्थना कर रहे हैं। ദൈവസ്നേഹവുമായി ഭയങ്കരമായിട്ട് കണക്ട് ആകട്ടെ. प्रभु का प्यार के साथ जुड़ने वाली एक पीढ़ी। ഭയങ്കര ഇന്റിമസി വെളിപ്പെടട്ടെ ഈ സീസണിൽ. प्रभु एक घनिष्ठता यहाँ पर प्रकट होने पाए। ഇവരെ മുറികളിൽ യേശുവിനെ കാണട്ടെ. इनकी कमरे में ये यीशु को देखने पाए। യേശുവിനെ തൊടട്ടെ, യേശുവിനെ സ്പർശിക്കട്ടെ. यीशु मसीह का स्पर्श को अनुभव करने पाए। യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ്. यीशु के नाम से आशीषित करते हैं। കൃപ മറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. मसीह यीशु के नाम से मांगते हैं। ആമേൻ. आमीन।